അവിചാരിതമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ മനുഷ്യന്റെ ഭാഗതയെ മാറ്റിയെഴുതും. നമ്മളതിനെ വിധി, നിയോഗം എന്നൊക്കെ വിളിച്ച് ആശ്വസിക്കുന്നു. പക്ഷേ ഇവയുണ്ടാക്കുന്ന മുറിവുകൾ കാലങ്ങളോളം നമ്മെ അസ്വസ്ഥരാക്കും. അത്തരമൊരു അനുഭവ പരിസരത്തിലൂടെയാണ് രഘുരാമനും കൂട്ടരും കടന്നു പോകുന്നത്. അയ്യോ, അത് പറഞ്ഞില്ല. ഇത് രഘുരാമന്റെ കഥയാണ്, അയാളുമായി ബന്ധപ്പെട്ട ചില മനുഷ്യരുടെയും. രഘുരാമൻ ഒരു പട്ടാളക്കാരനാണ്. മറ്റേത് ചെറുപ്പക്കാരനെ പോലെയും രഘുരാമനും ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ ലീവിന് വന്നപ്പോൾ അയാൾ ഒരു വിവാഹം കഴിച്ചത്. ആ വിവാഹരാത്രിയിൽ നിന്നും നമുക്ക് രഘുരാമന്റെ കഥ ആരംഭിക്കാം. എന്താണ് രഘുരാമ എട്ട് കുത്തുവായിട്ടിരിക്കുന്നത്? നിന്റെ കല്യാണ രാത്രിയാ, മറക്കണ്ട. ഞാൻ ഈ കല്യാണത്തിന്റെ ചിലവുകളൊക്കെ ഒന്ന് എഴുതി വെക്കായിരുന്നു മുത്തശ്ശ. നന്നായി മക്കളെ, എല്ലാറ്റിനും ഒരു കണക്ക് വയ്ക്കുന്നത് നല്ലതാണ്. ആട്ടെ, എത്രയായെന്ന് വല്ല നിശ്ചയമുണ്ടോടാ? അത് കൃത്യമായി അറിയില്ല, എങ്കിലും ഒരു 2-2.5 ലക്ഷം പൊട്ടിക്കാണും. ഭഗവാന് 2.5 ലക്ഷം രൂപ ആടൊരുത്തന്റെ കല്യാണത്തിന് ഇത്രയൊക്കെ ആയെങ്കിൽ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടാൻ എന്തുമാത്രം ചെലവാകും? ആട്ടെ, സംഭാവന നിർത്തി വല്ലതും കിട്ടിയോടാ, അതോ വെറും കവറയുണ്ടോ? ഏതാണ്ട് ഒന്ന് വായിക്കും. എന്തിനാ? ഞാൻ വല്ലോ കാര്യമായിട്ട് തന്നിട്ടുണ്ടോ അതോ മൂക്കറ്റം വെട്ടുവിളിയും കൊണ്ട് പോയിട്ടുണ്ടോ എന്നറിയണ്ടേ? വായിക്കും. വൈരിമുട്ടി തങ്കപ്പൻ നായർ 150. കുഴപ്പമില്ല, അവന്റെ മോക്കട കല്യാണത്തിന് ഞാൻ 101 കൊടുത്തതാ. അടുത്തത് ഇലവുന്തറയിൽ കുഞ്ഞച്ചൻ 250. ഓ, അറുത്ത കൈക്ക് ഉപ്പുതാക്കാത്തവൻ ഞാൻ 250 തന്നെ. അടുത്തത് പ്ലാപ്പറമ്പിൽ കരുണാകരൻ 50. അവനും അവന്റെ കൊമ്പറ നോക്കി 6-7 മക്കളുമായിട്ട് വന്നിട്ട് മൂക്കറ്റം കോഴിക്കറിയും ബിഷപ്പ് തട്ടിയിട്ട് പോയതാ. എന്നിട്ട് 50 കൊല്ലുവേ. അടുത്തത് ഇതെന്തോ ചെറുക്കന്റെ ആദ്യ രാത്രിയായിട്ട് അവനെ പിടിച്ചെടുത്ത് കണക്ക് വായിപ്പിച്ചോണ്ടിരിക്കുന്നു. നിന്നെ ജയന്തി മോൾ അന്വേഷിക്കുക, നീ അങ്ങോട്ട് തന്നെ. ഇത് ഞാൻ വേറെ പണിയൊന്നുമില്ല. എടി, അവൻ വായിച്ചിട്ട് കണക്കുകൾ നമുക്കറിയാം. ഓ, ഇനി അറിയിട്ട് എന്നാത്തിനാ? എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു കിട്ടിയല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. അത് പിന്നെ എന്റെ കൊച്ചുപോലെ കല്യാണം ഉപയോഗിക്കും ഭംഗിയാവണ്ടിരിക്കും. എടി കരകമ്പോ, നിനക്കറിയാമോ ഈ കരക്കാർക്ക് മുഴുവൻ നമ്മളോട് എന്നാത്തിനാ? ഈ കര കണ്ട ഏറ്റവും വലിയ കല്യാണം കണ്ടല്ലോ നമ്മുടെ രഘുരാമന്റെ കല്യാണം. അതെ, അത് പിന്നെ അങ്ങനെ ആവട്ടെ. ഈ രഘുരാമൻ ആരാ? അന്തസ്സും അഭിമാനമുള്ള ഒരു പട്ടാളക്കാരൻ. പൊങ്കൊച്ചിന്റെ തന്തയാണ്. നാട്ടു വലിയ നിലയും വിലയുള്ള ഒരു പള്ളിക്കൂടം പാലിക്കാൻ. മുകുന്ദന് ആകെയുള്ള ഒറ്റ മോള. അപ്പോ മുകുന്ദനെ ഈ കാണപ്പെടുന്ന സ്വത്തൊക്കെ ആ മോക്കല്ലോ എന്ന് പറഞ്ഞാ ഈ ഇരിക്കുന്ന നമ്മുടെ കൊച്ചുപോലുള്ളത്. പിന്നെ കരക്കാർക്ക് അസുഖമില്ലാണ്ട് വരും. പക്ഷേ ഈ സ്വത്തും പണമൊന്നും കണ്ടിട്ടല്ല ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. കല്യാണം 1-2 തവണ മുടങ്ങിയ പെണ്ണ. എനിക്കത്ര മനസ്സില്ലായിരുന്നു. പിന്നെന്താ, ഇവനൊരേ വാശി. അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞല്ലേ, തെന്നിപ്പിക്കാൻ നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതിനെന്താ തങ്കക്കൊടും പോലൊരു പെങ്കൊച്ചാൻ കാര്യം നടക്കുന്നത്. നോക്കി കണ്ടുമൊക്കെ കൈകാര്യം ചെയ്തോ. അതെന്നോടല്ല, ഇവനോട് പറഞ്ഞാൽ മതി. ഒരു മഴയുടെ കാലം വെച്ചാണല്ലോ അതങ്ങനെ മാവേലി ബ്രാഹ്മണൻ ഒക്കെ പൂ വന്ന സമയം ഒക്കെ കളയണ്ട. രഘുരാമ, നീ എന്താണ് അന്തം വിട്ടിരിക്കുന്നത്? എണീറ്റില്ലടാ, ഗേറ്റിയോടെ കാത്തിരിക്കുക. ഇവിടെ ചങ്കിക്കാതെ എണീറ്റില്ല. ഞാനാ രഘുരാമൻ. ഞാനാ
എന്റെ അമ്മൂമ്മയുടെ ശ്രീവേഷം മിണ്ടാണ്ടിരുന്നോണം എനിക്ക് അവിടെ കൂട്ടിക്കളയില്ല ഉള്ള മഴയെല്ലാം കൂടെ പെയ്ത് ആ കപ്പയുടെ കാച്ചിന്റെ നിലയിലേക്കിന്റെ മൂടടിച്ചു പോയി അതിനത്തിന് മണ്ണ് വെട്ടിയിട്ട് ആരെ വിളിക്കുമെന്ന് ആലോചിച്ച് വിഷമത്തിൽ ഇരിക്കുമ്പോഴാ അവരുടെ ശൃംഗാരം പരമതിയായിട്ട് അതിനിപ്പോ ഞാനെന്താ ചെയ്ത് നിങ്ങളുടെ കൊച്ചുമോൻ എന്തെന്ന് ചോദിച്ചു അത്ര തന്നെ ഉള്ളൂ അതിന് എന്നെ വെട്ടിട്ട് കയറാൻ പറഞ്ഞു അല്ലെ ഈ ഇടയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പണ്ടൊക്കെ ആണെങ്കിൽ കപ്പയും കള്ളും വെട്ടി വിഴുങ്ങുമ്പോ നിനക്ക് വേണോടി എന്നെങ്കിലും ചോദിക്കും ഇപ്പൊ അതുമില്ല ആ എനിക്ക് മനസ്സിലായി നിങ്ങൾ മനസ്സിൽ വേറെ ആരെയോ കണ്ടു വച്ചിട്ടുണ്ട് പിന്നെ കണ്ടുവച്ചാൽ ഞാൻ കാവദേവൻ ഇന്ന് പാടി കണ്ടോ മനസ്സിൽ കള്ളത്തറകളൊന്നും ഉണ്ടോ ഇങ്ങനെ ദേഷ്യം വരുന്നത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറഞ്ഞേക്കണം ഞാൻ തൊഴിൽ എന്നേക്കാം അയ്യോ നീ എന്നെ ഇങ്ങനെ കൊതിപ്പിക്കാൻ നീ ഇതുവരെ പറഞ്ഞ പോലെ അകത്തൊരു പെൺകൊച്ചുള്ളതാ നമ്മുടെ കൊച്ചുമോ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അതങ്ങനെ കേട്ടാൽ എന്റെ മാനം പോയി ആട്ടെ നിനക്ക് എന്താ വേണം നിങ്ങൾ പറഞ്ഞ കൊച്ചുമോന്റെ പെണ്ണിനെ കുറിച്ച് തന്നെ എനിക്ക് പറയാനുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച എന്നിട്ട് ഇതേവരെ അവക്കടെ മുഖം കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഏത് നേരോ എന്തോ ആലോചിച്ച് കൂടി കൂടി ഇരിപ്പാ അല്ലെങ്കിൽ ഫോൺ എടുത്ത് കുച്ചു കുച്ചാണ് സംസാരം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ അതിനെ തന്റെ പിന്നെ സങ്കടമായി അച്ഛന്റെ ഒറ്റ മോളായിട്ട് വേറെ ആർക്കും തന്തമാരില്ലാത്ത പോലെ എനിക്കും ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് തന്റെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് എന്ന് കരുതി നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേ പിന്നെ അത് ഓർത്ത് ദുർമുഖം കാണിച്ചോണ്ടിരുന്നിട്ടുണ്ടോ ഉണ്ടാവും അതിനിപ്പോ ഞാൻ എന്തോ വേണമെന്നാണ് ഈ പറയുന്നത് കാരണം എന്താന്ന് നിങ്ങൾ ചോദിക്കണം ആരോട് ലഹളോട് എന്നിട്ട് വേണം അവൾ എന്റെ പേര് പീഡനത്തിൽ നിന്നോട് തന്നെ എന്തെങ്കിലും വിട്ടുന്ന പേടിച്ചിട്ട് ഏത് വഴിക്കാ കേസ് വേണം പറയാൻ നിങ്ങൾ തമാശകളെ മനസ്സിലാവും ഇതെന്റെ കുഞ്ഞിന്റെ കാര്യമാണ് നിങ്ങൾ ഈ ഇടയിൽ അവനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവന്റെ മുഖത്ത് ആ പഴയ പ്രസരിപ്പൊന്നും ഇല്ലല്ലേ എടി അത് സ്വാഭാവികം ഏതാണ്ട് വലുതാണെന്നൊക്കെ പ്രതീക്ഷിച്ചോണ്ടാ ഈ ആണുങ്ങളെല്ലാം കല്യാണം കഴിക്കാൻ നടക്കുന്നത് അത് കഴിയുമ്പോഴല്ലേ മനസ്സിലാവുന്നത് ഒക്കെ വെറുതെയാണ് ഇപ്പൊ എന്റെ കാര്യം നൽകുന്നുണ്ട് നിന്നെ കെട്ടുന്നതിന് മുമ്പ് എന്തോ ഒരു തമാശ ഉത്സാഹമായിരുന്നു എനിക്ക് നീ വന്നെന്റെ തലയെ കയറിയ പിന്നെ ഞാൻ ഉള്ളു തുറന്ന് ചിരിച്ച് നീ കണ്ടിട്ടോ അവസാനമായിട്ട് ഞാൻ ഉള്ളു തുറന്ന് ചിരിച്ചത് എന്റെ കല്യാണ ഫോട്ടോ ഇല്ല എടി ഞാൻ എന്താ അവരോട് ചോദിക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് പോയി കുത്തിയിരിക്കുന്ന എന്തിനാണ് അതോ ആരും ഒതുമില്ലാതെയും പറയാതെ ഒഴുകുന്നതിനാണ് ഇത് നിനക്കെങ്ങനെ ചോദിച്ചതാ പലതവണ പക്ഷെ കമാന്നൊരക്ഷരം മിണ്ടുകയാണ് ഇനി കടുപ്പിച്ചൊന്ന് ചോദിച്ചാലും അപ്പ തുടങ്ങും കരച്ചിലും പിടിച്ചിലും അതാ ഞാൻ പറഞ്ഞത് നീ ചോദിച്ചത് കൂടുതലായി ഞാൻ ചോദിച്ചാലും അവളൊന്നും പറയേ അല്ലെങ്കിൽ തന്നെ നമ്മളെന്താണ് ചോദിക്കുന്നത് അവൻ വരട്ടെ രഘുരാമൻ നമുക്ക് അവനെ കൊണ്ട് ചോദിക്കാം അതിന് കൊച്ചുകളോടാ പോലെ ഇവിടെ പോയി കിടക്കുമോ വീട്ടിലൊരു പെൺകൊച്ചിനെ കെട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള നല്ല ചിന്ത ഉണ്ടാവും അത് പിന്നെ നിങ്ങളുടെ തന്നെ കൊച്ചുമോ പണ്ട് നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടു വരുന്നു നിങ്ങൾ എന്നെ അടുത്ത് കിട്ടാൻ ഞാൻ എന്തുമാത്രം കൊച്ചിട്ടുണ്ടെന്ന് അതങ്ങനെ കറക്കാലായിരുന്നു നാടൊക്കെ അത് പിന്നെ പറ മനുഷ്യ അത് പിന്നെ പൊരിയുണ്ട കണ്ണി എത്രയാന്ന് വെച്ചാൽ ഈ കുമ്പളങ്ങയ്ക്ക് കണ്ണും മൂക്കും വരച്ച പോലുള്ള ഈ മൊട്ട നോക്കിക്കൊണ്ടിരിക്കുന്നു ഒക്കെ എന്റെ മഹാഭാവി തന്തരാണ് അങ്ങേരാ പറഞ്ഞത് കളിയിൽ തന്നെ കൊച്ചുരാമനൊരു മോളുണ്ട് എല്ലാം തകഞ്ഞ് വശക്കേടായിട്ട് നിൽക്കുക മക്കള് പോയൊരു പുടവ കൊടുത്ത് വിളിച്ചോണ്ട് പാടാൻ എന്നിട്ടോ കല്യാണം കഴിഞ്ഞ് വലുതുകാലി വെച്ച് ഈ വീട്ടിൽ കയറി വന്ന ദിവസം തന്നെ എന്റെ തണ്ട ക്ലാസ് എന്തൊരു ഐശ്വര്യം ഐശ്വര്യായി നമുക്ക് അനാവശ്യം എന്താണ് ഞാൻ പറഞ്ഞ സത്യം ഒന്ന് ഓർത്താ എന്റെ തന്ത പാവമായിരുന്നു എന്നിട്ടെങ്കിലും മരിച്ചതോ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ല മുന്തിയ മാറാനൊന്നും ഒന്നും വന്നിട്ടല്ല ഓ ഒരു ദിവസം പോലും ഐശ്വര്യം കിടക്കാൻ അങ്ങോട്ട് ഭാഗമുണ്ടായിട്ടില്ല നല്ല ഒന്നാന്തരം വരിക്കച്ചക്ക തലയിൽ വിടല്ലേ മൂപ്പര കാറ്റ് പോയി അങ്ങനെ ഒരു ചക്കയും നഷ്ടം അതിന് വരിക്കച്ചക്കയും ഞാൻ തമ്മിൽ എന്താ ബന്ധം സഹോദര ബന്ധം ഇരട്ട ബന്ധം ചക്കയ്ക്ക് വിടാൻ തോന്നി ചക്ക വീണു നിങ്ങളുടെ നന്ദ അതിന് ഞാനെന്താ വേണം അതേ കേൾക്കാനത് നോക്കണി ഹനുമാൻ ഹനുമാനല്ല മനുഷ്യ ജഗുരാമനാണ് ഇത് പറയട്ടെ കണ്ടു പറയുന്നുണ്ട്
ഈ ഇസ്രായേലും പാലസ്തീനും അടുത്തടുത്ത് നിൽക്കുന്നുണ്ടെന്ന് ഇന്ന് അടിപിടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്താ ഒരു പിണക്കം പോലെ? പുതിയ സമരതന്ത്രമാണോ ഈ മൗനവ്രതം? ആട്ടെ, ജയന്തിയുടെ ജയന്തി ഒന്ന് നിന്നേ, ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട്. ഇങ്ങോട്ട് മാറിയില്ലേ? ഇങ്ങോട്ട് മാറിക്കടാ. എന്താ കാര്യം? എന്താന്ന് വെച്ചാ പറയാം. നീയാ ചോദിച്ചാൽ നീ ആക്കി ചോദിച്ചാണ്. അല്ല മക്കളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനും മുത്തശ്ശനും തമ്മിലാണ്. മക്കളെ, നമ്മൾ പ്രശ്നം നീ കൊണ്ടുവന്നത് ഇനിയും ഒരു കുപ്പി ഒന്ന് മിണ്ടാതിരിക്ക് മനുഷ്യരെ. നീയും ജയന്തി മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ എന്ത് പ്രശ്നം? എന്റെ മുത്തശ്ശി കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനിടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? അതാ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഈ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 8-9 മാസമെങ്കിലും പുതുമോടിയാവല്ലോ. 8, 10, 18 മാസം വരെ പുതുമോടി. 18 മാസം ആനക്ക് നമുക്ക് ഒന്നിനല്ല. ഇങ്ങനെ നാണം കെട്ട ഒരു മനുഷ്യൻ. മക്കളെ, ഇവിടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് നിന്റെ പെമ്പറന്നോത്തിയുടെ മുഖത്തെത്താടാ ഒരു പ്രസാദം ഇല്ലാത്തത്? അത് മുത്തശ്ശിക്ക് തോന്നുന്നതാണ്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. എന്തിനു വേദന കുറ്റം കണ്ടുപിടിക്കുന്നത്? നമുക്കട കണ്ണിൽ ഇല്ലാത്തതും ഉണ്ടെന്നോ? ഇല്ലാത്തതൊന്നുമല്ല. ദേ, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയേ പിന്നെ അവൾ ആ കിടന്ന് കിടപ്പി കിടന്ന് കടച്ചിലോട് കടച്ചിലായിരുന്നു. പിന്നെ ഫോൺ എടുത്ത് കുച്ചു കുച്ചാ സംസാരിക്കുന്നുണ്ട്. ആരെയാ മക്കളെ അവർക്ക് ഇങ്ങനെ വിളിക്കാനുള്ളത്? അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. പുളിയില്ല, നനയില്ല, നേരാവണ്ണം ഒന്നും കഴിക്കുന്നുമില്ല. ഇങ്ങനെയാണോ പുതുപ്പെണ്ണുങ്ങളൊക്കെ പെരുമാറുന്നത്? അതും ഈ പുതിയ കാലത്ത്. ദേ, നിന്നെ സങ്കടപ്പെട്ടുണ്ടെന്ന് കരുതിയാ മുത്തശ്ശി ഇതുവരെ ഒന്നും പറയാതിരുന്നത്. ഇനി പറ്റത്തില്ല. മക്കളെ, അവള് പൂർണ്ണ മനസ്സോടെയാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നാലല്ല, അവക്കടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്, മറ്റാരോ ഉണ്ട്. നീ പറഞ്ഞ കൊച്ചിന്റെ മനസ്സ് തീകോന്ന് പറഞ്ഞേക്കാം. തീയല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു പുതുപ്പെണ്ണിന്റെ എന്തെങ്കിലും പെരുമാറ്റമാണോ അവൾ കാണിക്കുന്നത്? അവസാനം എന്തേലും നാണക്കേട് വന്നിട്ട് മുത്തശ്ശി ഒന്നും പറഞ്ഞില്ല, അറിഞ്ഞില്ല എന്ന് മാത്രം പറഞ്ഞേക്കരുത്. പറഞ്ഞേക്കോ അമ്മേ? എന്ത് പറഞ്ഞാലും എന്റെ ഓഹി കൊടുത്താക്കി ഇതും കൂടെ കൊണ്ടുപോയി. മക്കളെ, കാര്യമൊരു വിവേകവും ഇല്ലാത്ത കണ്ടം കാര്യമാണ്. അവള് പറഞ്ഞു കേട്ട് എന്റെ മക്കളുടെ മനസ്സിൽ തെളിക്കരുത്. അല്ല മുത്തശ്ശ, മുത്തശ്ശി പറയുന്നതിലും കാര്യമില്ല. വിവാഹത്തിന് മുമ്പ് ഞാൻ കണ്ട ജയന്തി അല്ല അവൾക്ക്. അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. അവൾ എന്തൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ട്. പലതവണ ഞാൻ ചോദിച്ചു. അപ്പോഴൊക്കെ നീണ്ടൊരു മൗനമാണ്, പിന്നൊരു തേങ്ങല. അതിനുത്തരം വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടമായിരിക്കും. അല്ലേ മുത്തശ്ശ? അതെ മക്കളെ, മുത്തശ്ശനും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതാവട്ടെ, ആവട്ടെ എന്ന് കരുതാം, ആശ്വസിക്കാം. മക്കളെ, ഞാനൊരു പട്ടാളക്കാരന്. കുറച്ച് ദിവസങ്ങൾക്കകം എന്റെ ലിവി തീരും. വീണ്ടും അതിർത്തിയിലെ മഞ്ഞുമലകളിലേക്ക് മടങ്ങേണ്ടി വരും. അവിടെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ബലിമുഖത്ത് മരവിച്ചിരിക്കുമ്പോൾ നനവുള്ളൊരു ഓർമ്മയായി വീട്ടുകാരുടെ, പ്രത്യേകിച്ച് ഭാര്യയുടെ ചിരിച്ച മുഖം ഒരാശ്വാസമാകേണ്ടത്. പക്ഷേ എനിക്കത് വേണ്ട ജയന്തി. അല്ല, മുത്തശ്ശനും മുത്തശ്ശിയും പറയുക തനിക്കൊരു ഉന്മേഷമില്ലെന്ന്, ഒരു പുതുപ്പെണ്ണിന്റെ പ്രസരിപ്പില്ലെന്ന്. എന്താ കാരണം? അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ. ഞാനൊന്നും ചോദിച്ചോട്ടെ? കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് ഒരാഴ്ചയായിട്ടുള്ളൂ. അതിന്റെ മടുത്തോ? എന്നെ വെറുത്തോ? എന്താണ് തനിക്ക് പറ്റിയത്? വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ താൻ. എന്തായാലും എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒന്നുമില്ല. അത് വെറുതെ. ഞാനൊന്നും ചോദിച്ചോട്ടെ? എന്നെ തനിക്ക് ഇഷ്ടമായില്ലേ? തന്റെ സങ്കല്പത്തിലെ ഭർത്താവാകാനുള്ള യോഗ്യത എനിക്കില്ലേ? തുറന്നു പറയണം. സാധാരണ വീട് മാറുമ്പോൾ ഏത് പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അപരിചിതത്വം, അത് മനസ്സിലാക്കാൻ പക്ഷേ ഈ അകന്നു മാറലിന്റെ അർത്ഥം, ഈ അവഗണനയുടെ അർത്ഥം സ്നേഹം കത്തിക്കാളുന്ന കണ്ണായിരുന്നു തന്റേത്. ആ കണ്ണിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് പേടിയാ, ഒരുതരം പിടച്ചില. എന്താണ് തനിക്ക് പറ്റിയത്? ഒന്നുമില്ല രഘുവേട്ട, ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന. ശരിക്കും അതെന്ന് നോക്ക്. എനിക്കിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സങ്കടമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അത് പറഞ്ഞത് ഞാൻ നേരെയാകും, എല്ലാം ശരിയാകും. മുത്തശ്ശിനെ സ്നേഹിച്ച് രഘുവേട്ടനെ സന്തോഷിപ്പിച്ച് അങ്ങനെ ഞാൻ ജീവിക്കും. ഒരു പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ രഘുവേട്ട, എന്നെ കൊണ്ട് കളഞ്ഞേക്കല്ലേ, എന്നെ കളഞ്ഞേക്കല്ലേ. ഏയ്
ഞാൻ വെറുതെ. എന്നെ ഉപേക്ഷിക്കല്ലേ, ഉപേക്ഷിക്കല്ലേ. എന്താണ്? ഇപ്പൊ എങ്ങനെ നിൽക്കുന്നേ? എടി ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എട്ടുപിടിയിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാറ്റിനും ഒരു സാവകാശം വേണം. പിന്നെ പറയുന്ന ആൾക്ക് ഭയങ്കര സാവകാശമായിരുന്നു. എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതിന്റെ അന്ന് തന്നെ എന്തൊരു പരാക്രമമായിരുന്നു. ആന കരിമ്പട്ടാട്ടി കയറിയതുപോലെ. പതുക്കെ പേടി പിള്ളേര് കേൾക്കും. എനിക്ക് സന്തോഷമായി. ആന കരിമ്പക്കാട്ടി കാര്യം. ഞാൻ പിള്ളേരുടെ കാര്യം മനുഷ്യ പറഞ്ഞത്. ഇനി എനിക്കൊരു കുഞ്ഞിക്കാലൂടി കണ്ടിട്ട് വേണം സമാധാനമായിട്ട് കണ്ണടക്കാൻ. നിനക്ക് കുഞ്ഞിക്കാലം ഒരു മൂത്ത നനച്ചിട്ടും നിന്റെ ആശിച്ചും ആക്രാന്തത്തിന് ഒരു കുറവില്ല. മുതുക്കാൻ ഞാൻ പിള്ളേരുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് നിന്റെ കണ്ണടപ്പിക്കുന്ന കാര്യം ഞാൻ നമ്മുടെ കൊച്ചുപോലെ. ഏതായാലും ഈ സന്തോഷത്തിന് നമുക്ക് കുറച്ച് പ്രമദം ഉണ്ടാകും. പ്രമദനോ? അപ്പൊ അങ്ങനെ പറയാല്ലേ? അങ്ങനെ പറയാവൂ. നമുക്ക് ഒന്നാം തരം പ്രമദം ഉണ്ടാക്കാം. ഇവിടെ മനുഷ്യ കനവ് നിന്റെ തങ്ങ. എന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ വിധം പഴയ്ക്കും പറഞ്ഞേക്കാം. അട അകത്തില്ല. ആ ഉണ്ട്. എനിക്ക് നട ഉണ്ട്. അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലല്ലേ? ഒറ്റ മോളെ നേടി ബിരിയാണി അതെ, രഘുരാമന് മോളെ കൊടുത്തപ്പോ ഉള്ളിലെന്തൊരു ആശ്വാസമായിരുന്നു. ഇനിയൊരു ജീവിതമേ ഉണ്ടാവില്ലെന്ന് കരുതിയ മോളാണ്. പക്ഷെ നിങ്ങളെ കൊച്ചുമോ അല്ല, നമ്മുടെ രഘുരാമന്റെ കുഞ്ഞിനൊരു ജീവിതം നൽകി. അതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയുന്നത്? അയ്യോ, നന്ദി കടപ്പാട് ഒന്നും വേണ്ട മാഷെ. മാഷെ, എന്റെ ചെറുക്കൻ വന്ന് പെങ്കൊച്ചിനെ കണ്ടു, അവൻ ഇഷ്ടപ്പെട്ടു, അവൻ കല്യാണം കഴിച്ചു. ഏതായാലും മാഷിന് സന്തോഷമായെന്ന് ഇരട്ടി സന്തോഷം. എന്നാലും ഉള്ളിൽ എവിടെയോ ഒരു നീറ്റ്. അതുപോലെ ഗ്യാസിന്റെ അല്ല, പുള്ളേച്ചൻ പറഞ്ഞതുപോലെ ഇന്ന് വരെ ഞാൻ എന്റെ മോളെ പിരിഞ്ഞ് ഇരുന്നിട്ടില്ല. അതിന്റെ ഒരു പരിവേശം ഇതായിപ്പോ നന്നായി. പക്ഷെ എന്നായാലും ഇതൊക്കെ വേണ്ടേ? അറിയാം. പെങ്കൊച്ചുങ്ങളാവുമ്പോ സമയത്ത് കെട്ടിച്ച് വിടും. എന്റെ രഘുരാമൻ പെണ്ണായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കെട്ടിച്ച് വിട്ട് 4 പറയേണ്ട കാലം. ഓനാണ് കേട്ടത് വീട്ടിൽ കൂട്ടി വെച്ചോണ്ടിരിക്കാൻ പറ്റും. അപ്പൊ മാഷ് സമാധാനമായിരുന്നു. ദൈവഭാഗ്യത്തിന് അവക്ക് ഇവിടെ തന്നെയാണല്ലോ വന്ന് കയറാൻ കഴിയുന്നത്. അതിൽ മാഷ് സന്തോഷിച്ചു. ഒന്നോർത്താ, എന്റെ രഘുരാമൻ എന്താ ഒരു കുറവ്? അന്തസ്സില്ല, ആണത്തമില്ല, ഉദ്യോഗമില്ല, പിന്നെ അച്ഛൻ ഓർമ്മയില്ല. ഞാൻ നോക്കിട്ട് ആ ഒരു കുറവേ. ഏയ്, അതൊരു കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നിങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയുണ്ടല്ലോ, അത് മതി എന്റെ മോൾക്കും അവരുടെ ഭർത്താവിനും. എങ്കിലും ഒരപേക്ഷ, അമ്മയില്ലാത്ത കുഞ്ഞായി എന്റെ മോൾ ഒന്നുപോലെ നോക്കിക്കൊണ്ട്. അതെന്തൊരു വർത്താനാ മാഷെ? അവള് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞല്ലോ. അവക്ക് ഇവിടെ ഒരു കുറവും വരികയില്ല. ഇവിടെ ഞങ്ങൾക്കൊരു പെൺകൊച്ചില്ലാത്തതാണ്. ആ കുറവ് തീർന്ന് കിട്ടിയത് ഇപ്പഴാ. അതുകൊണ്ട് ജയന്തിയുടെ ജാലത്തിന് ഇനി ഒരു പ്രതീക്ഷ വേണ്ടെന്നേ. പറഞ്ഞത് വല്ല തെറ്റില്ല. മൊത്തം തെറ്റി. നീ എന്താ ഉദ്ദേശിച്ചത്? ആ കൊച്ചിന്റെ കാര്യത്തിൽ ഇനി വിഷമിക്കേണ്ടത്. അക്ഷരത്തിന്റെ പാഠം. അപ്പോ മോളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. എടി മക്കളെ, അച്ഛൻ വന്നടി, ഇറങ്ങി വാ മക്കളെ. ഇവിടെ കൂടെ വരണം. ഉള്ളാച്ചൻ പറഞ്ഞതുപോലെ ഇനി ഇത് നിങ്ങളുടെ കൂടെ വീടാ. അച്ഛാ, ഏയ്, എന്താ ഇത്? അച്ഛനെ ഇങ്ങനെ സ്വീകരിക്കും? കരയാതെ നോക്ക്. കരയാനല്ല ഞാൻ എന്റെ രഘുരാമനെ ഏൽപ്പിച്ചത്, ചിരിക്കാനാ. ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ. എനിക്കൊരു സങ്കടം ഉണ്ടാകും, അച്ഛൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്ന്. അങ്ങനെയൊന്നുമില്ല മോളെ, ഏറെ അകലത്തൊന്നും അല്ലല്ലോ. ഒറ്റയ്ക്കായെന്ന് തോന്നുമ്പോൾ അച്ഛൻ ഓടി വരും അച്ഛന്റെ മോളുടെ അടുത്തേക്ക്. അല്ലാതെ അച്ഛനൊരു സങ്കടവും ഇല്ല. കരയാതെ കണ്ണീർ തുടങ്ങി. പിന്നെ അച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതാ നിന്റെ വീട്, ഇവരാ നിന്റെ ബന്ധുക്കള്, ഇവരുടെ സന്തോഷമാ. അപ്പോ ഇനി അച്ഛൻ ഇറങ്ങട്ടെ. അച്ഛൻ സമയാസമയത്ത് ആഹാരം കഴിക്കണം. ഒന്നും ഓർമ്മിപ്പിക്കാനും എടുത്തു തരാനും ഞാനില്ലെന്ന് കരുതി വേണ്ടെന്ന് വെക്കരുത്. പതിവായി കഴിക്കുന്ന മരുന്ന് മുടക്കരുത്.
രാവിലെയുള്ള നടത്തവും നിർത്തരുത്. പിന്നെ അമ്മയുടെ കുഴിമാടത്തില് എന്നും തിരി തെളിക്കാൻ മറക്കരുത്. ഇല്ലടി പൊന്നെ, ഇല്ല. അടുപ്പത്ത് പാല് വെച്ച കാര്യം പറഞ്ഞാൽ കഥ കേട്ടു. അടുപ്പത്ത് പാല് തിളക്കുന്നതിന് നമ്മൾ തിളക്കണം. എടോ പൊട്ട കൊണാപ്പ, താൻ എന്തോ കാണാനാ പിള്ളേരുടെ പറമ്പിൽ മണത്ത് മണത്ത് നടക്കണത്? ഓ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ മനുഷ്യ പിള്ളേര് പുതുമോടിയാ. അവരെന്തേലും നിന്റെ പറഞ്ഞൊക്കെ നിൽക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് പറയും. മുത്തശ്ശ ഇപ്പൊ വരാൻ കേട്ടോ. മുത്തശ്ശ ഇല്ലെന്ന് കരുതി ആക്രാന്തം ഒന്നും കാണിക്കരുത്. ചേച്ചി അറിഞ്ഞു തീർന്ന രണ്ടാത്മാക്കൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇങ്ങനെ നമ്മളെ കേട്ടോ ഒരു മനുഷ്യൻ. ഇപ്പോഴാ ഇതൊരു കല്യാണ വീടായത്. ഹബീൽദാർ രഘുരാമൻ ഒരു മണവാളൻ. അപ്പൊ ഞാനോ? പറയാനുണ്ട്, രഘുരാമന്റെ ആത്മാവിന്റെ ഭാഗമായ മണവാട്ടി. അതെ, അമ്മയില്ലാതെ വളർന്ന കുഞ്ഞാത്താണെന്ന് തന്റെ അച്ഛൻ പലതവണ പറഞ്ഞു കേട്ടു. ആ അച്ഛന്റെ മകളോട് പട്ടാളക്കാരനായ രഘുരാമൻ പറയുന്നു, കാവലിരിക്കും, രാജ്യത്തിന് എന്ന പോലെ ഭാര്യയ്ക്കും മരണം വരെ. രഘുവേട്ടാ, ഒരിക്കലും ഒരിക്കലും ഈ കണ്ണ് നനയ്ക്കില്ല, ഒരിക്കലും ഈ ഭാഗ്യത്തെ കൈവിടില്ല. എന്താ കാണുന്നു? നമുക്ക് പാട്ട് വേണ്ട, നമുക്ക് പാട്ട് വേണ്ട. വേണ്ട, ഇത് വേണ്ട. ശരി, ഇപ്പം തന്നെ മാറ്റിയേക്കാം. എന്താണ് പ്രശ്നം? ഒന്നുമില്ലാതെ ഒന്നുമില്ലാഞ്ഞിട്ടാണ് അവൾ കിടന്ന് കാറിയത്. അത് പേടിച്ചിട്ട. അത് സ്വാഭാവികം. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 1-2 ആഴ്ച ഇത് പതിവാ. കാണാത്തത് കാണുമ്പോ പേടിക്കും. സദാ ഇത് നല്ല കുത്ത്. നീ വാ, നമുക്കും അകത്ത് പോയി പേടിക്കാം. പേടിപ്പിക്കാൻ പറ്റിയ പ്രായം. ജയന്തി, എന്താണ് തനിക്ക് പറ്റിയത്? പലതവണ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മൊബൈൽ റിംഗ് ചെയ്യുമ്പോൾ അത് തമിഴ് പാട്ട് കേൾക്കുമ്പോൾ മാത്രം പേടിക്കുക. മഴയെ പേടിക്കുക, ഇടിമുഴക്കം പേടിക്കുക. എന്താണോ തനിക്ക് പറ്റിയത്? ഒന്നുമില്ല. ജയന്തി, പ്ലീസ്, ഞാൻ ഇത്തിരി നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ രഘുവേട്ടാ, പ്ലീസ്. ഈശ്വര കൃപ കൊണ്ട് എല്ലാം മക്കളുമായി. ഇനി നീയായിട്ട് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കരുത്. ഇതുവരെ ആർക്കും സംശയമില്ല. ഇനിയും ആർക്കും സംശയം തോന്നരുത്, പ്രത്യേകിച്ചും രഘുരാമനെ. അങ്ങനെയായാൽ അച്ഛൻ ഈ പെട്ട പാടുകൾക്ക് അർത്ഥമില്ലാതാകും. അച്ഛനും മോളും ഈ ദിവസങ്ങളിൽ അനുഭവിച്ച മനോവേദനയ്ക്ക് ഫലമില്ലാതാകും. എന്റെ മോള് കരയരുത്, ധൈര്യം കൈവിടരുത്. അയ്യ, എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കഴിയണം, നിനക്ക് ജീവിക്കട്ടെ, നിനക്കൊരു ജീവിതം വേണ്ടി. പക്ഷേ ഒരു പക്ഷേമില്ല, മോള് ധൈര്യമായിട്ടിരിക്കണം. ഇതുവരെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ഇനി ഒന്നും സംഭവിക്കുകയില്ല. ഈശ്വരൻ അറിയാത്തതൊന്നും വരത്തില്ലെന്നുള്ള. ഈശ്വരൻ? ഏത് ഈശ്വരൻ? അച്ഛന്റെ എന്റെയും ജീവിതം ഇങ്ങനെ പന്താടി കളിക്കുന്ന ഈശ്വരനല്ലേ? അച്ഛന്റെ എന്റെയും കനല് പോലിട്ടത് ഈശ്വരനല്ലേ? എന്നെ ഉള്ളിലൊടുക്കി ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മനസ്സിലിരുന്ന് വിങ്ങുക, വിങ്ങി പൊട്ടുക. ഞാനിതൊക്കെ രഘുവേട്ടനോടെങ്കിലും പറഞ്ഞോട്ടെ.
എന്ത് കുപ്പി? ഗളിന്റെ പെണ്ണ, ഒന്നും അറിയത്തില്ല. ഊക്കഴി പഠിക്കുക, നാളെ പരീക്ഷ. എന്നാ കേട്ടോ, ഇതാണ് ബ്രാൻഡി കുപ്പി. ഇതാണോ ഭ്രാന്തി കുപ്പി? ഭ്രാന്തി നിന്റെ കുഞ്ഞമ്മ. ഇത് ബ്രാൻഡി കുപ്പി. ഇതിനകത്തിരുന്ന സാധനം എന്ത് സാധനം എന്ത് വാ വിളിച്ച് കാണിക്കുന്നു. എനിക്കറിയാം, നീ അറിയാതെ ഈ കുപ്പിക്കൊന്നും സംഭവിക്കേണ്ട. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ, ഇതിനകത്തിന്റെ സാധനം അത് അത് പിന്നെ വയറ്റിനകത്ത് ഗ്യാസ് കയറി പെട്ടപ്പോ ഞാൻ എടുത്ത് കുടിച്ചതാ. ഇന്ന് 1-ാം തീയതി വിവരം ഞങ്ങളായതുകൊണ്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ച കുപ്പി. അതെന്തായാലും നന്നായി. അത് നന്നായി. അതൊക്കെ പൂച്ചു പോലെ എടി നീ മുടിഞ്ഞു പോകട്ടെ. ഭഗവാനെ, ഇന്ന് ഞാൻ എന്റെ ഈ തലയൊന്ന് പെരുപ്പിക്കാനെ കൊണ്ട് എന്തോ ചെയ്യും. വല്ല അരിഷ്ടമായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. കാലികാരം വെക്കുവാനാ മുന്നും കൊണ്ട് നോക്കിയാൽ കൂട്ടുകാരായി. പിന്നെ ഒരു കളിക്കാരൻ വന്നിരിക്കും. ഒരു ദിവസം കുടിച്ചില്ലെന്ന് പറഞ്ഞ് ചത്തൊത്തില്ല. കുടിവെള്ളം കൂടിയും പ്രസവിക്കുന്നു. ഭഗവാനി, എന്തെല്ലാം മോഹങ്ങളായിരുന്നു മനസ്സിൽ. ഉള്ളത് മുഴുവൻ അടിച്ചിട്ട് എവക്കടെ തന്തയ്ക്കിട്ട് 10 വെള്ളം പറഞ്ഞു, എവക്കടെ കയ്യിൽ നിന്ന് 2 മേടിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങേണ്ടവരായിരുന്നു. ഓക്കാൻ ആശയപ്പെട്ട ദോഷ്ട. എന്റെ കൊച്ചുമോൻ രഘുരാമനെ പട്ടാളത്തിൽ നിന്ന് വന്നപ്പോ കൊണ്ടുതന്ന ഇത്രയും കിലോള്ള 4 കുപ്പി നിങ്ങൾ ഒറ്റക്കല്ലേ അടിച്ചു തീർത്തത്. ഒരു തുള്ളിയെങ്കിലും നിനക്ക് വേണോടിയെങ്കിലും എന്നോട് ചോദിച്ചോ? അത് ശരി, അതിന്റെ പ്രകാരം തീർത്തതാ. അങ്ങ് കവലെ കേൾക്കാം. ഉച്ചയും വേണോ? കേട്ടോളൂ. ഓനപാടകം നടക്കേണ്ട വിഷയം എന്താ പ്രശ്നം? മക്കളെ, ഇന്ന് എത്രയാണ് തീയതി? ഇന്ന് 1-ാം തീയതി. 1-ാം തീയതി. ഈ 1-ാം തീയതി പ്രത്യേകത മക്കളെ. അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകും. ഞാൻ 1-ാം തീയതി പാടകം വിവരം കടമായതുകൊണ്ട് ഇന്നലെ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വല്ല തെരുവിളി കേട്ട് ഞാനൊരു കുപ്പി വാങ്ങിച്ചു വെച്ച മക്കളെ. അത് ഈ സാപദ്രമൊക്കെ എടുത്ത് കുടിച്ചു കളഞ്ഞ മക്കളെ. ഇന്നലെ അവളെ കാട്ടായ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായി. പക്ഷെ ഈ കുപ്പിയായിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലില്ല. മക്കളെ അണ്ണാക്കി അമുട്ട് വെച്ച് പൊട്ടിക്കളി. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. ചൂരമാറ്റിയ ചൂര കൊച്ചു കൊച്ചു മറുപടി വാ. അത് പിന്നെ മക്കളെ വയറ്റിനകത്ത് ഗ്യാസ് കയറി പെട്ടപ്പോ ഞാനത് കുടിച്ചതാണ്. അതിനായി നേരെ ഇറങ്ങി ചാടുന്നത്. സംഗതിക്ക് ശരി തന്നെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആകെയുള്ള ഒരു കൊച്ചുമോനെ ഞാൻ കൊണ്ടുവന്നൊരു പെണ്ണി വീട്ടിലുണ്ട്. അവള് വിചാരിച്ചാൽ കുപ്പി കിട്ടും. അവളുടെ മുന്നിലെങ്കിലും എന്നെ നാട്ടിക്കരുത്. അത് നീ അങ്ങേരോട് പറ. ഒരു കുപ്പി പൊക്കി പിടിച്ചോട്ട് വന്നിരിക്കുന്നു. അതിന്റെ മഹാകാര്യം പോലെ. അതേടി, എനിക്ക് ഈ കുപ്പിയുടെ കാര്യം മഹാകാര്യം തന്നെയാണ്. എടി, നിന്റെ തന്ത കളിത്തറ കൊച്ചിരാമൻ എന്റെ തലയെ കെട്ടിവെക്കുമ്പോ എന്റെ കയ്യിൽ തന്നത് ഓണം കയറാൻ മൂലയിൽ ഒരു മൊട്ടാച്ചി കുന്നും 2 OPR കുന്നും. അന്നേറിയാമായിരുന്നു. സ്വഭാവത്തോടു കൂടി നിന്റെ കൂടെ ആർക്കും നോക്കാൻ പറ്റിയ മക്കളെ കേൾക്കണം. യവക്കടെ തന്ത നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കള്ളനെ, അമ്പലക്കള്ളൻ. അമ്പലക്കള്ളന്റെ മോളെ കാറായക്കള്ളി. അമ്പല കമ്മിറ്റിയുടെ കാശ് മുഴുവൻ അടിച്ചു മാറ്റിയ അമ്പലക്കള്ളൻ. പക്ഷെ മരിക്കുന്നത് വരെ ആ അമ്പലക്കള്ളനെ പോലീസുകാർക്ക് തൊടാൻ പറ്റി. അതെന്താ? അതിനുമുമ്പ് നാട്ടുകാർ തല്ലിക്കൊന്നു. കൊല്ലാൻ വേണ്ടി തല്ലിയതല്ല, തല്ലിയപ്പം കൊന്നുപോയതാ. മക്കളെ, നാട്ടിൽ അന്തസ്സും അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലിയായിരുന്നു എന്റെ. കൂതറ കളിത്തറ കൂതറ. ഇങ്ങനെ എന്ന് വന്നെ കൂടെ കൂടിയോ അന്ന് തുടങ്ങിയ എന്റെ കഷ്ടകാലം. ഒന്ന് നിർത്തുന്നുണ്ടോ? അകത്തൊരു പെണ്ണുള്ളതാ. അവൾക്ക് നിങ്ങളെ വഴക്കം വെക്കാനോ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അകത്ത് പെണ്ണോ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? അവള് പോയടാ. പോയോ? എങ്ങോട്ട്? രാവിലെ ഇറങ്ങി പോകുന്ന. എന്നിട്ട് നിങ്ങളൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചതാ, പക്ഷെ പറയണ്ടേ. മക്കൾ, ഇതേതോ കൂടിയ ഇനവാ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അന്നേ പറഞ്ഞില്ലേ അവക്കടെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്ന്. അത് നേരാണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഒരു പെരുമാറ്റം? ഇന്ന് മാറും നാളെ മാറുമെന്ന് കരുതിയ നമുക്ക് ആ മക്കളെ തെറ്റിയത്. ഇപ്പൊ തന്നെ ആരോടും ചോദിക്കാതെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. വേറെ വല്ല കുടുംബത്തിലാണെങ്കിൽ ഇത് നടക്കൂ. മക്കള് പറയടാ. ഇങ്ങനെ ഇരുന്നാണ് ആരാന്ന് നോക്കടി, ആരാന്ന് നോക്കടി. പെണ്ണുങ്ങൾ എന്നെ
പക്ഷെ അത് പരിഗണിക്കാം വലിയ പ്രയാസമാണ്. ഇങ്ങോട്ട് വാ. ഇതെന്റെ കുഞ്ഞിന്റെ കാര്യമാണ്. ജയന്തി എവിടെ പോയിരുന്നു? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ പോയിരുന്നു? എന്റെ വീട്ടില് അച്ഛനെ കാണാൻ. എന്നോടൊന്ന് പറയാമായിരുന്നു. അച്ഛനെ കാണാൻ പോകുന്നത് അത്ര വലിയ തെറ്റാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. നോക്കു ജയന്തി, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 3 ജന്മങ്ങളാണ് ഉള്ളത്. പുറമേക്ക് പരിക്കനെ തോന്നാം, പക്ഷെ ഉള്ള നിറയെ സ്നേഹമാണ്. ആ സ്നേഹം പൊള്ളയല്ല, ഏച്ചുകെട്ടലുമല്ല, സത്യമാണ്. അതിൽ ഇത്തിരി തിരിച്ചേരാൻ നിനക്ക് ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭർത്താവ് നിലയിൽ എന്നോട്. വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ആദ്യമായി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഭർത്താവിനൊപ്പം ആയിരിക്കണം. അതാ നാട്ടിൽ നടക്കും. എന്നിട്ടൊരു വാക്ക് നീ എന്നോട് പറഞ്ഞു. എന്റെ മുത്തശ്ശിയോടും പറഞ്ഞു. പറഞ്ഞാൽ എതിര് പറയുമെന്ന് നീ കരുതുമോ? കൊച്ചുമകൻ വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് ചുരുങ്ങിയ പക്ഷം വീട്ടുകാരോടെങ്കിലും കുശലം പറയുന്നവളായിരിക്കണം അവർ കരുതിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? പിന്നെന്താ നിന്റെ ഈ നിറംകെട്ട പെരുമാറ്റത്തിന്റെ അർത്ഥം? ആരെയും നീ ഭയക്കുന്നത്? എന്തിനാണ് നീ പേടിക്കുന്നത്? ചോദിക്കുന്നത് നിന്റെ ഭർത്താവ്, അറിയാൻ അവകാശമുള്ള ഭർത്താവ്. എന്നോടൊന്നും ചോദിക്കരുത്, എന്നോട് ഇങ്ങനെ ഒന്നും ചോദിക്കരുത്. ചോദിച്ചാൽ ഉത്തരം പറയാനാവില്ല എനിക്ക്. നിഷേധം കൊണ്ടല്ല, സ്നേഹമില്ലാത്തത് കൊണ്ടുമല്ല, ഗതികേട് കൊണ്ട്, എന്റെ ഒടുങ്ങാത്ത ഗതികേട് കൊണ്ട്. ദയവ് ചെയ്ത് എന്നെ എന്റെ വഴിക്ക് വിടണം. എനിക്ക് ഇത്തിരി സ്വസ്ഥത തരണം. അപ്പോൾ ഞാൻ നിനക്കൊരു സ്വസ്ഥതക്കേടല്ലേ? ഞാൻ നിനക്കൊരു ബാധ്യതയല്ലേ? ലീവ് തീരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിന് കാക്കുന്നില്ല. ലീവ് ക്യാൻസൽ ചെയ്ത് ഇന്ന് തന്നെ മടങ്ങിക്കാം. നീ സ്വസ്ഥമായിരിക്കുമെങ്കിൽ, നിനക്ക് സമാധാനം ലഭിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. ആരോടും ഒന്നും പറയണ്ട. എല്ലാം ഉള്ളിലൊതുക്കി ഉമിത്തീ പോലെ എരിഞ്ഞു തിരിഞ്ഞു ആശ്വസിപ്പിക്കാനെത്തിയ ഞാൻ വിട്ടി പടിവിട്ടി. നീ വന്നപ്പോ അച്ഛൻ വീട്ടിലായിരുന്നു. എന്താ മോളെ, എന്താ കാര്യം? അറിയാതെ കാര്യം പറഞ്ഞു. കാര്യം അച്ഛനറിയില്ലേ? എനിക്ക് വയ്യ. ഞാൻ ആരോടെങ്കിലും ഒക്കെ വിളിച്ചു പറയും എല്ലാം. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛൻ എന്നെ ഭ്രാന്തിയായിട്ട് കാണണോ? എന്നെ ചങ്ങലിക്കുന്നത് കാണണോ? എല്ലാവരും എല്ലാം അറിയട്ടെ. എന്റെ മനസ്സ് ശാന്തമാകട്ടെ. ഞാനൊന്ന് ആശ്വസിക്കട്ടെ. ഇങ്ങനെയൊന്നും പറയാതെ എല്ലാവരും എല്ലാം അറിയാനായിട്ട് ഇത്രയും നാൾ കാത്തിരിക്കണമായിരുന്നു. ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ മറക്കണം. ഒരു പുതിയ ജയന്തിയാണ്. ഭർത്താവിനെ സ്നേഹിച്ച് അവന്റെ കുട്ടികളെ പ്രസവിച്ച് സ്നേഹമതിയായ വീട്ടമ്മയാകണം. എനിക്കതിന് കഴിയുമോ? കഴിയണം. ഇല്ലെങ്കിൽ അച്ഛനെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഒരു മുഴം കയറിലോ ഒരു തുള്ളി വിഷത്തിലോ ഞാൻ ഈ ജന്മം അവസാനിക്കും. നിന്റെ ഭാവി, നിന്റെ ജീവിതം, അതാ കൂടെ അച്ഛൻ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? എന്തും തിളച്ച് നീറിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് അച്ഛന്റെ മനസ്സ്. അതൊന്ന് ശാന്തമാക്കാൻ അച്ഛൻ മോളെ കാണാൻ. അപ്പോ നീ ആയിട്ട് അതിന്റെ വേദന ഈശ്വര, എവിടെ ചെന്നാണ് എനിക്കൊരു സമാധാനം കിട്ടുക? എവിടെ ചെന്നാണ് ഈ മനസ്സൊന്ന് ശാന്തമാകുക? ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ മറക്കണം. ഉറക്കത്തിൽ എപ്പോഴോ കണ്ടൊരു കിനാവ് പോലെ, അർത്ഥവും ആഴവും അറിയാത്തൊരു കിനാവ് പോലെ എന്റെ മോൾക്കതിന് കഴിയണം. അച്ഛനെ എത്ര കാലം കെട്ടിയാടിയ വേഷം അവസാനിപ്പിച്ച് തിരശ്ശീലയ്ക്ക് പിന്നിൽ പറയാൻ സമയമായി. അതിനു മുൻപ് എനിക്കൊന്ന് ഉറപ്പ് വരുത്തണം. നീ എന്റെ പൊന്നുമോൾ സുരക്ഷിതയാണെന്ന്. അതെ, നീ സുരക്ഷിത തന്നെ.
ഇതുവരെ ആർക്കും ഒരു സംശയവും ഇല്ലാത്ത സ്ഥിതിക്ക് നീ സുരക്ഷിത തന്നെ. ഇനി നീയായിട്ട് നിന്റെ ജീവിതം എറിഞ്ഞുടയ്ക്കല്ലേ. ജയന്തി, അത്ഭുതങ്ങളുടെ ആകത്തുകയായിരുന്നു എന്നും എനിക്ക് ജീവിതം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ദീർഘകാലം കുട്ടികളുണ്ടായില്ല. ചെയ്യാത്ത ചികിത്സകളില്ല, നേരാത്ത നേർച്ചകളില്ല. ഒടുവിൽ കുട്ടികളെ ഉണ്ടാവില്ലെന്ന് മനസ്സുപെടുത്തിരിക്കുമ്പോഴാണ് ഒരു അത്ഭുതം പോലെ ഞാൻ പിറന്നത്. എന്നെ സ്നേഹിച്ച്, എന്നെ ലാളിച്ച്, എന്നെ വാരി പുണർന്ന അവരുടെ കണ്ണുകളിലും ഞാൻ അത്ഭുതം കണ്ടു. രാവിലെ യാത്ര പറഞ്ഞിറങ്ങിപ്പോയ മാതാപിതാക്കൾ വൈകുന്നേരം വെള്ളം പുതപ്പിച്ച് 2 മാംസപിണ്ഡങ്ങളായി എൻ്റെ മുന്നിൽ കൊണ്ട് കിടത്തിയപ്പോൾ ഒരു 4 വയസ്സുകാരൻ്റെ കണ്ണിലും കണ്ടു അത്ഭുതം. അവിടെ മുതൽ എന്നെ പോറ്റി വളർത്തിയ എൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയും മറ്റൊരു അത്ഭുതം. പിന്നെയും ഉണ്ട് അത്ഭുതങ്ങളേറെ. പല ഭാഷകൾ, പല ദേശങ്ങൾ, പല ഭാരക്കുകൾ. ഒടുവിൽ ജയന്തി, നീ എന്ന അത്ഭുതവും. നീ എനിക്ക് അത്ഭുതമാണെന്നെ. നീ ഒരു രഹസ്യമാണ്. അനവധി നിരവധി നിഗൂഢതകളുടെ നിൽക്കുമ്പോൾ നിന്നെ മനസ്സിലാക്കാൻ, നിന്നെ അടുത്തറിയാൻ എനിക്ക് കഴിയാതെ പോയല്ലോ. അതുകൊണ്ട് ക്ഷമിക്കും. നമുക്ക് പിരിയാം. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ, പരസ്പരം സത്യസന്ധത പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിരിയലാണ്. എന്നെ സ്നേഹിക്കാത്ത, എന്നെ മാനിക്കാത്ത, എന്റെ വികാരങ്ങളെ ഗൗനിക്കാത്ത ഒരു ഭാര്യ എനിക്ക് വേണ്ട. ദാമ്പത്യം ഒരു കരാറാണ്. ജീവിത അവസാനം വരെ നിറവേറപ്പെടേണ്ട ഒരു കരാർ. അവിടെ രണ്ടാൾക്ക് ഒന്നും വിളിച്ചു വെക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ കരാറിന് അർത്ഥമില്ല, വിശുദ്ധിയില്ല. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് പിരിയാം. പോകണം. എന്റെ ജീവിതത്തിൽ ഇനിയൊരു ആവശ്യകരമായി നീ തുടരാൻ പാടില്ല. ദിശ തെറ്റി അറിയുന്ന 2 ഗ്രഹങ്ങളാണ് നമ്മൾ. അത് ഒന്നിക്കാൻ പാടില്ല. എന്നെ കൊന്നോളൂ, എന്നാലും ഞാൻ പിരിഞ്ഞു പോവില്ല. ഞാൻ പോവില്ല. പെൺകുച്ചിനെ കഴിയിക്കുന്നത് പെണ്ണിന്റെ കണ്ണിന് വീണ കുടുംബ കുട്ടിച്ചോറായി പോകും. അറിയുന്നത് വേണ്ട. എന്തിനാണ് അവൾ കടന്നു പോയത്? നീ എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞ എന്താ മക്കളെ ഒന്നും കിട്ടാത്തത്? മക്കളെ രഘുരാമ, ഈ ദാമ്പത്യം എന്ന് പറയുന്നത് രഘുരാമ, നീ ഇത്രയും വലുതായി. മുത്തച്ഛനും മിണ്ടായിരിക്കുന്നുണ്ടോ? അവന്റെ ദേഷ്യത്തോടി. മക്കളെ, ദാമ്പത്യ ജീവിതത്തിൽ ദേഷ്യത്തിന് സ്ഥാനമില്ല. അനുസരണം അതായിരിക്കണം നമ്മുടെ പുരുഷന്മാരുടെ കൈവശം. ഭാര്യമാർ പറയുന്നത് 50% ഭർത്താക്കന്മാർ അംഗീകരിക്കണം, ബാക്കി 50% അനുസരിക്കണം. വെറുതെ ഇല്ല മക്കളെ, നമ്മളായിട്ട് നമ്മളെ നടി ചീത്തയാക്കണം. അങ്ങനെ അനുസരണമുള്ള ഒരു ഭർത്താവായതുകൊണ്ടാ ഞാനും എവിടെ നമ്മൾ അടിച്ചിരിക്കുകയാണ്. നമുക്കവിടെ 12ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ ഭൂമിശാസ്ത്രം പറച്ചില്ല. ഇത് ഭൂമിശാസ്ത്രമല്ല, ജീവചരിത്രം. എന്ത് പണ്ടാരാണെങ്കിലും ശരി, വരുന്നവരോട് പോകുന്നവരോട് ഇത് തന്നെ അല്ലേ പറച്ചില്ല. ഇവനോട് തന്നെ ഇത് എത്രാമത്തെ തവണ? ഇവനോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നു. ഇവിടെ ഇപ്പോ ഒരു കല്യാണം ഉണ്ടാക്കി കുടുംബം ഞങ്ങളുടെ പ്രശ്നം. മക്കളെ, ഞങ്ങളുടെ കാലത്ത് ഈ പൊല്ലാപ്പും ഏടാകൂടങ്ങളൊന്നുമില്ല. എന്റെ അച്ഛൻ പറഞ്ഞു എവിടെ കെട്ടാൻ, ഞാൻ കെട്ടി. അന്ന് ഈ കല്യാണം എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, ദേവക്ക് പറയുന്നത്. ഒരു തമാശയ്ക്ക് വേണ്ടിയാണെന്നാണ് ഞങ്ങൾ. ഒന്നും മിണ്ടാതിരിക്കുന്നു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മക്കളെ, എവിടെ കെട്ടിക്കൊണ്ട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഇവള് പായും ചുട്ടിയെടുത്ത് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. പിന്നെ 2 കൊല്ലം എന്റെ അമ്മയോടൊപ്പം. പിന്നെ ഞാൻ പായ ചവിട്ടി കീറാൻ തുടങ്ങിയപ്പോ മാറ്റി. ഇങ്ങനെ നാണം കെട്ട മനുഷ്യൻ. പിന്നെ 10 വയസ്സിൽ 70 വയസ്സായപ്പോഴാണ് മക്കളെ. പുറമേ കൊന്നും രണ്ടും പറഞ്ഞ് വഴക്കടിക്കുമെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നാ. അടിയോടി ഞങ്ങൾക്ക് പരസ്പരം മറച്ചു വെക്കാൻ ഒന്നുമില്ല. ഉള്ളത് അപ്പപ്പോ മുഖത്ത് നോക്കി പറയും, പരിഹരിക്കും. പക്ഷെ ഇന്നോ ഓരോരുത്തരും മനസ്സിൽ ഓരോ ഭൂകമ്പങ്ങളായിട്ട് നടക്കുന്നത്. മക്കൾക്കറിയാമോ, പണ്ട് എടിയേ എന്നെ വിളി കേൾക്കുമ്പോ അപ്പുറത്ത് വിളിക്കുന്നു. ഞാൻ ചെന്നൊന്ന് നോക്കി വെച്ച് വരാമെന്ന് പറഞ്ഞ് അരിയിലെ കല്ലും നെല്ലും പറക്കുന്ന അമ്മ എഴുന്നേറ്റ് പോകുന്നത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ഈ അപ്പുറത്ത് ആരാ? ഭർത്താവ്. ആ എളിയ വിളിയിലെല്ലാം ഉണ്ട് സ്നേഹം, കരുതൽ, വിശ്വാസം, അങ്ങനെയല്ല. പക്ഷെ ഇന്ന്
ഭർത്താവ് ഭാര്യയെ തേനേ എന്ന് വിളിക്കും, ഭാര്യ തിരിച്ച് പാലേ. പിന്നെ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നു ഡാർലിംഗ് എന്ന്. ഒന്നുമില്ല മക്കളെ, ആത്മാർത്ഥ ഇല്ല, സ്നേഹം. അതൊക്കെ പറയും ഏച്ചു കെട്ടല മക്കളെ, അഭിനയം. ഇതൊക്കെ പറയേണ്ടത് എന്നോടല്ല, അകത്തൊരുത്തിരിക്കില്ലേ അവളോടാ. മക്കളെ, ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ച് മാസം 1 നാളായി കാത്തിരുന്ന നമുക്കാ മൊത്തം തെറ്റ് പറ്റിയത്. മക്കളെ, ഞാൻ അവളോട് സംസാരിക്കാൻ. ആരും സംസാരിക്കണ്ട, ഞാൻ ഒന്ന് തീരുമാനിച്ചു. അധികാരമൊന്നും ആയില്ലല്ലോ, പിരിയാം. ഒന്നോ താ, പിന്നെ എന്താ വേണ്ടത്? ക്ഷമ വേണം, ക്ഷമ. അത് നിനക്കുമില്ല, നിന്റെ ചെറുപിള്ളേക്കും. എനിക്ക് പ്രായം എത്രയായാലും ഞാൻ ക്ഷമയില്ലെന്ന് മനസ്സിലായത്. അയ്യടി, നിന്നെ കെട്ടിയെടുത്ത കാലം തൊട്ടേ എനിക്കറിയാം. എടി, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ മിണ്ടാതെ ജീവിക്കുന്നത്. അവക്കടെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടണ്ടോ എന്ന് വിചാരിച്ചു. എന്നാലും അവക്കടെ മനസ്സിൽ എന്താണെന്ന് അറിയണ്ടേ? അത് അവക്ക് അവനോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞൂടെ? അങ്ങനെ അല്ലാത്തവളെ പെമ്പറം നോക്കി എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട് കാര്യമുണ്ടോ? വിവാഹമെന്ന് ഭൂദാശ അത് വലുതാ, അതിനെ വെറുക്കരുത്. എന്താണ് പ്രശ്നം? ഇവൾ കയ്യിൽ ഞരമ്പൂർ ചാത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. മറ്റാരും അറിയേണ്ടെന്ന് കരുതിയ ഒറ്റയ്ക്ക് വിളിപ്പിച്ചത്. ഇനി എല്ലാവരെയും അറിയിക്കണമെങ്കിൽ അങ്ങനെയാവും. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. എന്താ ചേച്ചിയുടെ പ്രശ്നം? പ്രശ്നമോ? എന്ത് പ്രശ്നം? ഇനി എന്നിൽ നിന്ന് ഒളിക്കാൻ നോക്കണ്ട. കണ്ണും കാതുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ. അച്ഛനും മകളെ എന്നിൽ നിന്ന് ഒളിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഒന്നുമില്ല. ഇല്ലെന്ന് 1000 തവണ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്കറിയോ, എന്റെ വീട് കല്യാണ വീടായിരുന്നു. പക്ഷേ അതിപ്പോ മരണ വീട് പോലെ. ചിരിച്ച് കളിച്ച് നടക്കേണ്ടവർ ഒളിഞ്ഞും തെളിഞ്ഞും കരയുന്നു, എന്തിനെയോ ഭയക്കുന്നു, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് നിലവിളിക്കുന്നു. എന്താ എന്താ ഇതിന്റെ അർത്ഥം? എനിക്കറിയില്ല. കള്ളം. മാഷേ, ഒന്നുമില്ലേലും നിങ്ങളൊരു സ്കൂൾ മാഷല്ലേ. കുട്ടികളെ ശരിയേത് തെറ്റേന്ന് പഠിപ്പിക്കുന്ന മാഷ് കള്ളം പറയാൻ പാടുള്ളൂ. കള്ളമല്ല കുഞ്ഞ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം ജയന്തി കൈത്തണ്ടിൽ ഞരമ്പൂർ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തിനവൾ ആത്മഹത്യക്കാണ്? ഭർത്താവിന്റെ സ്വഭാവദൂഷ്യം കൊണ്ടോ അതോ ഭർത്തൃഗ്രഹത്തിലെ പീഡനം സഹിക്കവയ്യാനോ? പരമാക്ഷി, അത് ഉത്തരമില്ല അല്ലേ? പക്ഷേ എനിക്കൊന്നറിയാം, ഇനി അവൾ എന്നോടൊപ്പം കഴിഞ്ഞാൽ ഞാനൊരു മരണത്തിന് ഉത്തരം പറയേണ്ടി വരും. എനിക്ക് വയ്യ ഇനി അവളെ കൂടെ താമസിപ്പിക്കാൻ. എനിക്ക് വയ്യ ഇനി അവളെ സ്നേഹിക്കാൻ. അതുകൊണ്ട് ദയവായി ദയവായി നിങ്ങൾ അവളെ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ അവളെ കൊണ്ടാക്കിയില്ല. അധികകാലമൊന്നും ആയില്ലല്ലോ, മതിയാക്കാൻ നമുക്ക് ഒളിച്ചു കളി. അല്ലെങ്കിൽ പറ, എന്താ ചേച്ചിക്ക് സംഭവിച്ചത്? പറ. അത് ഞാൻ അവളുടെ ഭർത്താവല്ലേ, ഞാൻ കൂടി അറിയട്ടെ. പരമാശി പറയാൻ. പക്ഷേ എല്ലാം അറിയുമ്പോൾ എന്റെ മോളെ ഉപേക്ഷിക്കില്ല എന്നൊരു വാക്ക് എനിക്ക് തരണം. അത് എന്റെ മകൾ എന്റെ ജീവനാണ്. അവൾക്കൊരു ആപത്ത് വരാൻ ഞാൻ കാരണമാകുന്നത്. അതുകൊണ്ട് രഘുരാമൻ എനിക്കൊരു വാക്ക് തരണം, അവളെ ഉപേക്ഷിക്കില്ല എന്ന്. മനുഷ്യനെ വിശ്വസിക്കാം. പോരാ, വാക്ക്. പറഞ്ഞില്ലേ, എന്റെ മകൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. അവളുടെ സുഖം, സന്തോഷം, അതാണ് എൻ്റെ ആഗ്രഹം. മകൾ പ്രായമായപ്പോൾ മറ്റേതൊരച്ഛനെ പോലെ ഞാനും അവൾക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. പക്ഷേ വിധി എന്നോട് വളരെ ക്രൂരമായാണ് പെരുമാറിയത്. രഘുരാമൻ അറിയാമല്ലോ, ജയന്തിക്ക് 1-2 വിവാഹങ്ങൾ നേരത്തെ മുടങ്ങിയത്. ഒന്ന്, കല്യാണത്തലേന്ന് വരൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. മറ്റൊന്ന്,
കല്യാണ നിശ്ചയ ദിവസം വരന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ്. ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴാണ് ഞാൻ പൂവറ്റൂർ തിരുമേനിയെ ചെന്ന് കണ്ടത്. അദ്ദേഹം പ്രശ്നം വെച്ചു, ജാതകം വിളിച്ചു. എന്റെ മകൾക്ക് മംഗല്യ ഭാഗ്യം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വിധിയേറ്റി. ഇനി കല്യാണമേ വേണ്ടെന്ന് അവളും തീരുമാനിച്ചു. പക്ഷേ ഞാനൊരു അച്ഛനല്ലേ, എനിക്കെങ്ങനെ കരുതാനാവൂ? ഞാൻ വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് രഘുരാമന്റെ ആലോചന. എല്ലാം കൊണ്ട് നല്ലൊരു ബന്ധമായി എനിക്ക് തോന്നി. ഏറെ നിർബന്ധിച്ചിട്ടാണെങ്കിലും കല്യാണത്തിന് അവളും സമ്മതിച്ചു. അങ്ങനെ വീണ്ടും ഒരു വിവാഹത്തിന് എൻ്റെ മോളൊരുങ്ങി, എൻ്റെ വീടൊരുങ്ങി. காய்கறிக்கு என்ன விலை? மார்க்கெட்டு போறவெல்லாம் இங்க இருக்கிற அக்காவுக்கு தெரியுமா? அக்கா இப்ப கேட்குவேன், அது என்ன விலை, இது என்ன விலை? நான் என்ன சொல்லுவேன்? நாளைக்கு நான் போகிறேன், அக்கா தான் போட்டு. அக்கா அக்கா, ஆமா சீக்கிரம் வாங்கோ, சீக்கிரமா வந்துட்டேன். ഇത്തിരി പച്ചക്കറിക്ക് പറഞ്ഞു വിട്ടിട്ട് നീ എന്തെടുക്കാ ഇതുവരെ? அது மார்க்கெட்டில் பெரிய ரஷ். இது ஷூட்டிங் இல்லையா, சினிமா ஷூட்டிங். பெரிய ஆக்டர்ஸ் வந்திருக்கு, கொஞ்சம் பார்த்தேன், மன்னிக்கிறீங்க அக்கா. മന്നിച്ചിരുന്നു എടുക്ക കാണട്ടെ. என்ன பாருங்க, பாரு. ഇത് പച്ചക്കറി തന്നെയാണോടാ? ஆமா. രാസവളം കഴിച്ച് വീർപ്പിച്ച് വെച്ചിരിക്കല്ലേ? அப்படியா? പൊടിയാ. ഓ പോരാത്തിന് കീടനാശിനി. നല്ലത് വല്ലതും കഴിക്കണമെങ്കിലേ അവനവന്റെ പറമ്പിലുണ്ടാവണം. சரியா அக்கா, சரியா. ആട്ടെ എത്രയായി? 275. 275. അതിന് കൈ വെച്ചോ. എടാ നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ. നല്ല അക്ക. രാസാ, അവന്റെ ഒരു ചിരി കണ്ടില്ലേ? നീ ഇങ്ങനെ ഒത്തിരി പണം സമ്പാദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. சரியா அக்கா. அக்கா தந்ததும் அங்கேயும் இங்கேயும் கிடைக்கிற எல்லாமே சேர்த்து நான் பின்னே போட்டு வச்சிருக்கேன். എന്തിന്? செவ்வகத்தை கட்டிக்க. ആഹാ, അപ്പൊ നിനക്ക് കല്യാണം വേണ്ടേ? வேண்டாம். முதல்ல தங்கச்சிയുടെ திருமணம், அதுக்கு அக்காவும் சாரும் எல்லாம் வரணும். ശരി ശരി. ആട്ടെ തങ്കച്ചിക്ക് ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? இல்ல, ஆனா நான் கண்டுபிடிக்கும். நல்ல ராசகுமாரன் அப்படி ராம்பளே சிங்கம் மாதிரி ஒன்னும் பணமும் சோதிக்காம உழைப்பேன். அதுக்கு தானே நான் இங்க வந்து கஷ்டப்படுவேன். என் தங்கச்சிக்கு யாருமே இல்லை. അപ്പൊ നിന്റെ ചേട്ടൻ പറഞ്ഞോ? திருட்டுதானே, ஒரு வேலை செய்யாத ஏமாற்றித்தான் நடப்பேன். கண்ணு வெட்டியா ஏன் கிடைக்க மாட்டேன். മതി മതി ചേട്ടനെ കുറ്റം പറഞ്ഞത്. ആ ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പം ചെമ്പാത്തെ കൂടി ഒന്ന് കൊണ്ടുപോവാ, എനിക്കൊന്ന് കാണാലോ. കണ്ടിപ്പാ കൊണ്ടുപോകാൻ. ഒരു വാരം ഇங்கே തങ്ങും. ഒരു വാരമാക്കണ്ട, ഒരു മാസം നിന്നോട്ടെ. മിണ്ടി പറയാൻ എനിക്ക് കാണാമോ? ശരിയൊക്കെ ശരി. செம்பகம். ஹலோ செம்பகம், எப்படி சௌக்கியமா? சரி, உடம்பு எப்படி இருக்கு? நல்லா இருக்கியா? சரி, வரும் வரும், கண்டிப்பா வரும். சரி, அப்பா வந்து அப்பாவோட சொல்லு, ஊரை சுற்றி நடப்பாங்க. சாயந்தரத்துக்கு முன்னே வீட்டுக்கு வர, நீ மட்டும் தானே இருக்கு. சரி சரி, வச்சுக்கோ வச்சுக்கோ. கடவுளே, நாயகரை எல்லாம் வினையாசி ஆயிட்டே. പട്ടിയെ കെട്ടിച്ചില്ല. പട്ടിയെ കെട്ടിയിട്ടുണ്ടോ എന്നോ? പട്ടിയില്ല, ഞാൻ മറ്റൊക്കെ എനിക്ക്. യാരത് ഉള്ളയാ? ആടാടാ, യാരത്? പെരിയപ്പാവാ? വണക്കം 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 അമ്മ വണക്കം. ഒന്ന് പിടിച്ചുറക്കടി മൂദേവി. അത് മുരുകനോട് പറഞ്ഞാ പോരെ? വണക്കം 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 അമ്മ വണക്കം വണക്കം വണക്കം. അച്ഛനൊന്ന് വണങ്ങാതെ പിടിച്ചിറക്കണം പാട്ടി. கடவுளே, என்ன வைத்தது? வீட்டுக்கு சாமான பூரா இங்க கொண்டு வந்துட்டியா? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ആഹാ, മുരുകനങ്ങ് മിനിങ്ങിപ്പോയല്ലോടാ. എന്താടാ നീ കഴിക്കുന്നത്? അപ്പൊ പോലീസ് വാങ്ങിച്ച് കുത്തു വെച്ച് കഴിക്കും. നിനക്കൊരു ആളെ കുത്തി എടുക്കട്ടെ. എന്റെ സുഖോലനെ നീ തിന്നുന്നൊക്കെ ഇങ്ങോട്ട് പോകും. ശരീരത്തിൽ കാണുന്നില്ല. എന്റെ വയറ്റിൽ വല്ല കൊക്കോപ്പുഴും പറ്റി കിടക്കുക. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തിന്നുന്നതും കുടിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അത് നീ തിന്നുകയല്ലോ, വലിച്ചു വാരി കയറ്റി. ആരാ മുരുകനെ? ആ വെല്ലിച്ചനും വെല്ലുമ്മയാ. പേരാൻ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പളനിയായിരുന്നു. ഈ മധുരയ്ക്ക് അടുത്തുള്ള പള്ളിയാണ്. അല്ല, മുരുകന്റെ ചേട്ടൻ പളനി. രണ്ടുപേരും തമ്മിൽ കീരി പാമ്പ് പോലെയാ.
അപ്പൊ യവൻ കീരിയാണോ പാപ? ഉള്ള നിറയെ പാസ് ഉള്ള പരിപാടിക്കാര് ശരിയാക്കി. എന്റെ മോളെ നീ തമിഴൊക്കെ എവിടെ നിന്ന് പഠിച്ചു? അതെ, മുരുകനോട് സംസാരിച്ചറിയാതെ നാം തമിഴ് വരുന്നു. ആ തമിഴൊക്കെ വരുന്നതാണ്. പക്ഷെ എനിക്ക് ആ തമിഴൊക്കെ പിടിക്കുന്നത് കേട്ടോ. എന്ത് വിശ്വസിച്ച പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ വീട്ടിൽ ഇവനെയൊക്കെ പിടിച്ചു കെട്ടുന്നത്? പൊട്ടനാണെങ്കിലും അവന് ചെറുപ്പമല്ലേ. എന്തായാലും അക്കാര്യത്തിൽ മലയാളിയേക്കാൾ വിശ്വസിക്കാൻ തമിഴാണ്. മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആരായാലും അകലം പാലിക്കുന്നത് നല്ലത്. വെല്ലുമ്മ പേടിക്കണ്ട, മുരുകനെ എനിക്ക് നന്നായിട്ട് അറിയാം. 4-5 വർഷമായി അവന് നാട്ടിൽ വന്നിട്ട് നാട്ടുകാർക്കൊക്കെ അവൻ വലിയ സഹായമാണ്, നല്ലവനാ. അവനവന്റെ തങ്കച്ചിയെ പോലെ എന്നെ കാണുന്നത്. കല്യാണം ഒരുക്കുന്നത് ഇവിടെ വരെയായി അറിയാൻ വേണ്ടി ആ മനുഷ്യന് വലിയ വിഷു കൂടെ ചോദിച്ചത്. ഇനി അധികം ദിവസങ്ങളില്ല കേട്ടോ. കല്യാണക്കാരൻ പറഞ്ഞില്ല, അപ്പോഴേക്കും അവിടെ ഒരു നാണം കണ്ടില്ലേ? പോയിട്ട് പണിയുണ്ട്. എന്ത് പണി? ഇനി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും പോയാൽ മതി. അത് തന്നെയാ മോളെ ഞാനും പറഞ്ഞത്. അവിടുത്തെ കൃഷിയുടെ കാര്യം നിനക്കറിയാൻ വേണ്ടി പിന്നെ ഒരു കൃഷി 4-5 മൂട് മരിച്ചിനി, 5-6 മൂട് കൂമ്പില്ല കണ്ണനോ ഒരു കൃഷി. അപ്പൊ കണ്ണൻ ചെല്ലു ഒന്നും രണ്ടുമില്ല 33 മൂട് കണ്ണൻ ചെമ്പ ഞാൻ നട്ടിരിക്കുന്നത്. അതിന്റെ മഹത്വം ഈ കഴുതയ്ക്കറിയാം. ഒന്നുമില്ലേലും വിഷമില്ലാത്തതൊന്നും വേവിച്ച് കഴിക്കാമല്ലോ. അല്ല, ഇതെന്താ ഈ ചാക്കില്? അതൊരു നിയന്ത്രണക്കുള്ളിൽ 2 പരിഗണിച്ചു. ഏതായാലും ഞങ്ങൾ മുന്നോട്ട് വരുന്നു. എന്നാൽ പിന്നെ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി. കാക്കയുടെ വിശ്വസം മാറും, പശുവിന്റെ കടിയിൽ തുടങ്ങി ഒരു പഴഞ്ചൊല്ല് പറച്ചില്. അടുത്ത കൊല്ലം ഇതൊന്നും തിന്നാൻ നോക്കണം. അതെന്താ അടുത്ത കൊല്ലം കൃഷിയില്ലേ? കൃഷി ഉണ്ടാവും. ഞാനുണ്ടായിരുന്നു. എന്നാ ഞാൻ കൃഷി ചെയ്യും. ഞാനില്ലാത്തപ്പോ നിന്റെ ഒരു കൃഷി അടുത്ത കൊല്ലം ഇതൊക്കെ കെട്ടിച്ചുകൊണ്ട് വരാൻ വലിച്ചനുണ്ടായിരിക്കും. കണ്ടോ, അവൾ അർത്ഥം വെച്ച് തുമ്മിയത് കേട്ടോ. ഞാനങ്ങ് തട്ടിപ്പോട്ടെ എന്നാ തുമ്മലിന്റെ അർത്ഥം. ഈ അടുത്ത കാലത്തൊന്നും അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. സുലോചനെ ഓരോരോ പെണ്ണുങ്ങള് അന്തസ്സായിട്ട് പട്ടുസാരി എടുത്ത് വിധവാ പെൻഷൻ വാങ്ങാൻ പോകുന്നതാണ് ഇപ്പൊ. ബാക്കിയുള്ളവർക്ക് കൊതിയാവുക. എന്ത് എനിക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാവണേ. വലിക്കത്തെ എടി ഞാൻ ചത്തിട്ട് നീ കുറെ യുവാപക്ഷമായി. എടി നിന്റെ പുഹയും കെട്ട് 16 അടിയിൽ വന്നിട്ട് ആ പിടിക്കുക. കുഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ? അതിനെന്താ പിടിക്കുക? പിടിച്ചു. അയ്യോ എന്നെ ഞാൻ ചാക്ക് പിടിക്കാം. ചാക്കായില്ലേ? രണ്ടും കണക്കിയല്ലേ? എവിടെപ്പോഴും ഇങ്ങനെയാ പൊക്കി എടുത്ത് തലയെ വെച്ച് സ്നേഹക്കൂടുതൽ കൊണ്ട്. നല്ല കാര്യം ഭർത്താവും. ഞങ്ങൾ ഇങ്ങനെയാ മോനെ, ഒന്നും മനസ്സിൽ വെച്ചോണ്ടല്ല. തലയിൽ വെച്ചോണ്ടാ. പോയില്ലേ? അല്ല, മാളും മണിക്കുട്ടി എന്താ വരാത്തത്? അത് പറഞ്ഞ വലിയ പിണങ്ങ് കേട്ടോ. നിനക്കും അങ്ങോട്ടൊക്കെ വരാല്ലോ. ഇവിടുന്ന് 2 വളവ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടായില്ലേ? വീട്ടിലേക്കുള്ള വഴിയൊന്നും വല്യമ്മ എന്നെ പഠിപ്പിക്കണ്ട. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാനും ജഗേട്ടനും കൂടി ഒരാഴ്ചയോടെ താമസിക്കും. താമസിക്കും. നീയല്ലേ ആള്? സുലോചനെ നല്ല ക്ഷീണം. കുറച്ച് വെള്ളം. അയ്യോ, ഞാനത് മറന്നു. ഇപ്പൊ ചായ തരാം. ചായയും വെള്ളം തന്നെയാണല്ലോ. ആയിക്കോട്ടെ. വല്യമ്മ ഉണ്ടാക്കണം ചായ. എടാ സുലതാമ, എടാ എന്റെ ഒരുത്തന്റെ വാക്കിന്റെ ബലത്തിലാ മുഖത്ത് പന്തൽ വീട് ഏൽപ്പിച്ചത്. അവസാനം നീ എനിക്ക് പണി ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അലങ്കാരം പണിക്ക് നീ ആരുടെ കണ്ടു വെച്ചിരിക്കുന്നത്? മിടുക്കൻ, അവൻ കിടക്കും. ഇനി കല്യാണത്തിന് കഷ്ടിച്ച് ഒരാഴ്ചയേ ഉള്ളൂ. അതിന് പണികളൊക്കെ തീർത്തേക്കണം കേട്ടോ. സുലോചനെ ചായ വെള്ളം കിട്ടിയില്ല. ഞാനന്ന് ഈ മുഖത്തോട് പറഞ്ഞതാ, ഈ കല്യാണ തലേന്നുള്ള സ്വീകരണം നമുക്ക് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം. അപ്പോൾ അവനൊരേ നിർബന്ധം, ഒറ്റ മകളല്ലേ, അവളുടെ സ്വീകരണമെങ്കിലും വീട്ടുമുറ്റത്ത് വെച്ച് ആയിക്കോട്ടെ. ആർക്കാ ചെയ്യണം? എന്നാലും ഈ പന്തലിടാനും മേശയും കസേരയും പാത്രങ്ങൾ എടുക്കാനുമായിട്ട് രൂപ എത്ര ചെലവാണ്? നീ എന്താണ് പ്രീതികളിലേക്ക് ഒഴിച്ചു കളിക്കുന്നത്? ഇവിടെ വേണം. മൂക്കുന്തന്റെ അനുജന, അവനെ കൊള്ളയടിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഒന്ന് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞു. കല്യാണത്തിന് മുൻപെങ്കിലും നീ പണികളൊക്കെ തീർക്കുപോലെ. ഒരു നാളിലെ മുടപ്പേ ഞാൻ പേടിച്ചു. നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എല്ലാ കാര്യങ്ങൾക്കും നിന്റെ ഒരു മേൽനോട്ടം. മുഖത്തിന്റെ വലിക്കും ആൺമക്കളില്ലാത്തതാണ്. നീ ഒന്നും ചെയ്യാം. മുഖത്തിന്റെ മകനെ ചെയ്തേ കണ്ടു. சாரு வந்து ஏன் கடவுள் மாதிரி, அக்கா வந்து ஏன் தங்கச்சி மாதிரி, ஏன் வீடு மாதிரி. ஐயா பாரு, സാറെന്നെ ഇങ്ങനെ സ്പോൺസർ ചെയ്തു. പണിക്കൊണ്ടവനെയൊക്കെ സ്പോൺസർ ചെയ്യാൻ
എന്റെ അനിയൻ ആ കൊക്കോക്കോള കമ്പനി നടത്തില്ല. ശകലം ഗ്യാപ്പ് കിട്ടി അപ്പോഴത്തെ കഥാപ്രശ്നം പോയി കഴിക്കാം. ഏതായാലും കൊച്ചിന്റെ സമയത്ത് തെളിഞ്ഞാൽ ഒന്ന് രണ്ടാലോചന തുടങ്ങിയപ്പോ ഇനി കല്യാണമേ ഉണ്ടാകില്ലെന്ന് കരുതിയതാണ്. അപ്പോഴാ ഭാഗ്യത്തിന് ഈ ആലോചന വന്നത്. എന്നാലും എന്റെ ഉള്ളിൽ തീയാ. നീ എന്താ സ്റ്റൗവിന്റെ മേളിൽ കയറി തമാശ കളയണം. ജയന്തിമോടെ ജാതകം നോക്കിയ ജ്യോത്സ്യന്മാരല്ല മോക്ക് കല്യാണമേ നടക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വെറുതെയാണ്. നീ നോക്കിക്കോ, കല്യാണവും കഴിഞ്ഞ് കുട്ടിയും കുടുംബമായിട്ട് അവൾ നമ്മുടെ മുന്നിൽ വില്ലസിൽ അങ്ങനെ ആയാ മതിയായിരുന്നു. അമ്മയില്ലാത്ത ആ കുറവറിയിക്കാതെ വേണം നീ അവിടെ കഥമണ്ഡലത്തിലെത്തി. അത് പിന്നെ എനിക്കറിയില്ലേ. അവളെന്നെ വല്യമ്മയായിട്ടല്ല സ്വന്തം അമ്മയായിട്ടാ കണ്ടിരിക്കുന്നത്. ആ സ്നേഹവും കരുതലും ഞാൻ തിരിച്ചു കാണിക്കണ്ടേ? അല്ല അവിടെ ഇരുന്ന് തിരി പുറകുന്നതാണ്. കല്യാണമല്ലേ, ഇവിടെ എന്തായി ഏതായതിനും വേവരാതെ ആട്ടെ ഒരുക്കാനുള്ള കാര്യങ്ങൾ വല്ലൊന്നും വിട്ടുപോയിട്ടുണ്ടോടാ? അത് ഞാൻ 12 മണി നാളത്തോട് കഴിയും. പിന്നുള്ളത് പാലേ കൊണ്ട് പണി. അതുകൊണ്ട് പച്ചക്കറി പഴക്കളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? മഴക്കാലത്ത് കറണ്ടിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ജനറേറ്റർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ലേഖനത്തിനാരാ? ലേഖനത്തിനാ ഏട്ടനറിയില്ലേ? നമ്മുടെ സദാനന്ദൻ. പക്ഷെ കണ്ണ് തപ്പിയാ അവൻ കള്ളടിക്കും. പിന്നെ പാല് വേണ്ടടുത്ത് അവൻ മോരടിക്കും. പഴം വേണ്ടടുത്ത് പടവലം ചെയ്യും. അതുകൊണ്ട് അതിനൊന്നേ അയ്യാ എടാ നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ മേലുണ്ടായിരിക്കും. ആരുടെ മേലിൽ? എടാ പാടേക്കാന്റെ മേലിൽ. സഹായത്തിന് കൊണ്ടുവരുന്നത് അവന്റെ പമ്പറത്ത് സൗദാമിനിയാണ്. അവിടെ മേത്തിന്റെ കണ്ണ് വേണ്ട. കണ്ണ് കാണിക്കാൻ കൂടെ പോരുന്നില്ല. പിന്നെ അവന് നമ്മൾ മണിയോട് വിൽക്കേണ്ടി വരും. കല്യാണമല്ലേ, അടുക്കള മോളിച്ചക്കല്ലേ ആരെങ്കിലും വിളിച്ചിട്ടുള്ള സഹായിക്കണം. അപ്പുറത്ത് തങ്കമണി ചേച്ചി നമ്മുടെ തങ്കമണി വന്നിട്ടുണ്ട്. വൈകിട്ട് വൈകിട്ടെത്തി കണ്ടിട്ട് കുറെ കാലം. ഇപ്പൊ എങ്ങനെ പണ്ടത്തെ പോലെ നല്ലതുപോലെ താടിച്ചിട്ട് ഈ തങ്കമണിയുമായിട്ട് എന്തിനാ പാടാ? എന്താണ് പണ്ട് അവളോട് നെല്ല് കുത്താൻ വിളിവായിരുന്നു. അവൾ വരും നെല്ല് കുത്തും കുത്ത് കഴിഞ്ഞ് കൂലി മാറിപ്പോകും. അല്ലാതെ എടാ ക്ഷണിക്കാനും മറ്റും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോടാ? അത് എടാ നീ കരുനാപ്പള്ളിയുടെ കണ്ണാൽ ചിലപ്പോൾ വിളിച്ചോടാ. വിളിച്ചു. മാതാനത്തെ രവീന്ദ്ര കൊച്ചെട്ടിയോ ഉവ്വന്നെ. ചെന്നല്ലൂരത്തെ ശങ്കരമാവനെ വിളിച്ചോടാ. അയ്യോ അത് മറന്നു പോയി. അല്ലോ ഇപ്പൊ എന്നെ ഇരിക്കുന്നു. ആരെ മറന്നാലും ശങ്കരമാവനെ മറക്കാമോടാ. കാണുമ്പോഴെങ്കിലും തെരുവിളിച്ച് കടി വിളിക്കും. ആ പോയി വിളിക്കാം. ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരട്ടെ. പോരാ, നേരിട്ട് വിളിക്കേണ്ടവരെ നേരിട്ട് തന്നെ വിളിക്കണം. അകന്ന ബന്ധമൊന്നുമല്ല. കായംകുളത്തെ ചിറ്റപ്പന്റെ മൂത്ത മക്കളുടെ ഭർത്താവിന്റെ കുഞ്ഞമ്മയുടെ വലിയച്ഛന പോയി തന്നെ വിളിക്കണം. അതില്ല ഇപ്പൊ തന്നെ പോണോ? ഇപ്പോൾ തന്നെ പോയി. ഇനി താമസിച്ച അങ്ങനെ മുഖമട ചട്ടനാചല പിന്നെ കാറിലല്ലേ പോകുന്നു. AC എന്നാ ഞാൻ കൂടെ തിരിച്ചു വരുമ്പോ എന്നെ വീട്ടിൽ ഇറക്കണം. പിന്നെ മോളുകൾ ഒറ്റയ്ക്കാൻ നോക്കുന്നു. വിഷമിക്കണ്ട, ഇവിടെ സുലോചനുണ്ടല്ലോ കൂട്ടിരിക്കാൻ. കൂട്ടിരിക്കാൻ ഞാൻ കൊച്ചു കുഞ്ഞാണ്. നീ എത്ര വലുതായാലും ഞങ്ങൾക്ക് കൊച്ചുകുട്ടി തന്നെയാ. നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചല്ലേ ഉള്ളൂ. കൊച്ചു വളർത്തിയത് ഞാനാണ്. ഏത് കൊച്ചു? അപ്പോഴൊക്കെ തുടങ്ങിക്കോണം. നീ തുടങ്ങി. മുകുന്ദനോട് ചോദിച്ചാൽ അറിയാം നീ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന്. എന്നാലും വല്യമ്മയ്ക്ക് അതൊക്കെ സന്തോഷമായിരുന്നു മോളെ. ആ മോളെ ആ ചെങ്ങന്നൂർ ഇത്തിരി വൈകാരം മോള് പേടിക്കണ്ട. ഏട്ടത്തി കൂടുതലുണ്ട്. മുഹൂർത്തം ധൈര്യമായിട്ട് പോയിട്ട് വരണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളടുത്ത് ഞാൻ എങ്ങും പോവില്ല. പോരെ? അപ്പൊ പോട്ടെ മോളെ. പോയിട്ട് വരാമെന്ന് പറയണം. പോയിട്ട് വരാം. ഇങ്ങനെ ഒരു പേരുണ്ട്. ഒരു യാത്രയുടെ ആരംഭം. അത് അവസാനിക്കുന്നത് എവിടെയാണെന്നറിയില്ല. സങ്കീർണമായ സാഹചര്യങ്ങളിൽ ഒന്നും പ്രവചിക്കുവാൻ സാധ്യമല്ല. പ്രവചനാതീതമാണ് ജീവിതം. അതാണല്ലോ മഴയുള്ള ആ രാത്രിയിൽ എൻ്റെ മകൾക്കും സംഭവിച്ചത്. ഒരിക്കലും ഒരു പെൺകുട്ടിക്കും സംഭവിച്ചുകൂടാത്തത്. പക്ഷേ വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ രഘുരാമ.
പൊയ്ക്കോളൂ. അല്ല മോളെ, പണ്ടൊരു കാളവണ്ടിയോ മോട്ടോർ വണ്ടിയോ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന റോഡാ. ഇപ്പൊ വണ്ടികൾ ക്ലാന്തെടുത്ത് പായുമല്ലേ. അതിന് ഓരോ നോട്ടിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. പണ്ടൊരു വണ്ടി അപകടമല്ലേ മോളെ കല്യാണം മുടക്കിയത്. ഇനി ഇതും അയ്യോ, ഞാൻ മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഒന്നും ഓർമ്മിപ്പിക്കാനുമല്ല. അല്ലെങ്കിൽ തന്നെ എന്തോർക്കണം, ഒരു യാത്ര പോകാൻ വേണ്ടി മോളൊന്നും എടുത്തൊരുങ്ങി, അത് നടന്നില്ല, അത്ര തന്നെ. എന്നാലും അതൊക്കെ പറഞ്ഞ് മോളൊരു പുതിയ ജീവിതത്തിന് തയ്യാറെടുത്തല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. ദേ, സ്നേഹമുള്ളവനാ രഘുരാമൻ. 6 ദിവസം കൂടി കഴിഞ്ഞാൽ കൊത്തിക്കൊണ്ട് പറക്കില്ലേ. രഘുരാമന്റെ പേര് പറഞ്ഞില്ല, അപ്പോഴൊക്കെ അവിടെ ഒരു നാളെ കണ്ടില്ലേ, കൊച്ചു തള്ളി. ദൈവമേ, കല്യാണമായിട്ട് മഴ പ്രശ്നം ഉണ്ടാക്കുന്ന ലക്ഷണമാണല്ലോ മോളെ. കുറച്ച് വിറക് ഉണങ്ങാനിട്ടതാണെങ്കിൽ ഉണങ്ങി കിട്ടിയിട്ടുമില്ല. പന്തലിന്റെയും പാചകക്കുരുടെയും പണിയും കഴിഞ്ഞിട്ടില്ല. മഴ ഇപ്പൊ വീഴുന്ന ലക്ഷണമാണ്. അയ്യോ മോളെ, വല്യമ്മ ഇപ്പോഴാ ഓർത്തത്. ഇങ്ങോട്ട് പോരുമ്പോ കുറച്ച് തുണി കഴുകി അയലിട്ടിട്ടാ വന്നത്. മഴ പെയ്താ ഒക്കെ നനഞ്ഞതേനെ. വല്യമ്മ അതൊന്നത്ര അകത്തിട്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ടാ. വല്യമ്മ വരണമെന്നില്ല, അച്ഛൻ ഇപ്പൊ ഇങ്ങെത്തല്ലോ. മൂപ്പറ്റയ്ക്ക് പേടിയാവില്ലേ? എന്തിന്? വല്യമ്മ പോയിക്കോളൂ. എന്നാ ശരി, എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ മോളെ. ശരി ശരി. ഹലോ, ഞാന് രഘുരാമൻ. എന്താ ഒന്നും മിണ്ടാത്തത്? നാണിച്ച് നിൽക്കുവാണ്. എന്തെങ്കിലും ഒന്ന് പറയണം. ഞാൻ എന്താ പറയണ്ടേ? ഒന്നുമില്ല. എടോ, കൃത്യം 7 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം. ഈ സിനിമയിലൊക്കെ പറയാറില്ലേ, 7 സുന്ദര രാത്രികൾ. ഈ 7 ദിവസത്തിനിടെ പറയേണ്ടതൊക്കെ പറഞ്ഞു നിൽക്കണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറയാൻ സമയം കിട്ടിയൊന്നുമില്ല. എന്തൊക്കെ ഈ പറയുന്നേ? സത്യം. അല്ലെങ്കിൽ താൻ നോക്കിക്കോ. പിന്നെ ഞാനൊരു കൂട്ടം അവിടെ വെച്ച് മറന്നിരുന്നു. തന്റെ കയ്യിൽ കിട്ടിയോ ആവോ? എന്ത്? എന്റെ മനസ്സ്. ഞാൻ പേടിച്ചു പോയി. ഇതിലെന്താ ഇത്ര പേടിക്കാൻ? എന്റെ മനസ്സ് മാത്രമല്ല, എന്റെ ജീവിതം തന്നെ ഇനി തനിക്കുന്നതാണ്. എന്താണോ വേണ്ടാത്ത? എന്തെങ്കിലുമൊക്കെ പറയണം. ഒരു 7 ദിവസം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പറയണം. രഘുവേട്ടൻ്റെ ഒരു കാര്യം. ഞാൻ വെക്കുവാണേ. എന്താണോ ഇത്ര ധൃതി? പിന്നെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു, എങ്ങോട്ടാ ഹണിമൂണം? എങ്ങോട്ടാ പറയണോ? എനിക്കറിയില്ല. അറിയില്ല ഒന്നും? അപ്പം ഞാൻ ശരിക്കും കുഴയുമല്ലോ. രഘുവേട്ടാ, ഞാൻ വെക്കുവാണേ. ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വരമഞ്ജുഷകൾ വിരൽ തൊട്ടുണർത്തുന്ന ചന്ദന മേഘ സുഗന്ധം നീ. സ്വരമഞ്ജുഷകൾ വിരൽ തൊട്ടുണർത്തുന്ന ചന്ദന മേഘ സുഗന്ധം നീ. നവനീത തിങ്കൾ തരളിതമാക്കുന്ന വിലോല സ്വപ്ന വസന്തം നീ. അസ്തമയ സൂര്യന്റെ പ്രണയ കൗതുകം മനതാരിൽ നിറയും മൗനരാഗം. സ്വരമഞ്ജുഷകൾ വിരൽ തൊട്ടുണർത്തുന്ന
ചന്ദനമേഘ സുഗന്ധം നീ. ആദ്യമഴത്തുള്ളി നിറുകയിൽ ചുംബിക്കും, മാരിവിൽ ഹൃദയം തുടിക്കും. രാവിളക്കുണർത്തുന്ന കരിമുകിൽ മോഹിക്കും, താരക പൊന്നിന്റെ കൂട്ടാലി. മുത്തോട് മുത്തു കുളിരല പകരും പ്രേമതീർത്ഥം നൽകാം, മുത്തോട് മുത്തു കുളിരല പകരും പ്രേമതീർത്ഥം നൽകാം. സ്വരമഞ്ജുഷകൾ വിരതൊട്ടുണർത്തുന്ന ചന്ദനമേഘ സുഗന്ധം നീ. താലോലിക്കും, പുളകിത സ്വപ്നങ്ങൾ തഴുകും. അലരിത വാസന്ത കൽപ്പടവിൽ കളഭേന്ദു കലയുടെ ചിരിക്കിലുക്കം. ഏഴുകടലുകൾ വിളിയിൽ ചാത്തും രാഗനീലിമ വിടർത്തും, ഏഴുകടലുകൾ വിളിയിൽ ചാത്തും രാഗനീലിമ വിടർത്തും. സ്വരമഞ്ജുഷകൾ വിരതൊട്ടുണർത്തുന്ന ചന്ദനമേഘ സുഗന്ധം നീ. നവനീതത്തിൻ്റെ തരവിതമാക്കുന്ന വിലോല സ്വപ്ന വസന്തം നീ. അസ്തമയ സൂര്യൻ്റെ പ്രണയ കൗതുകം, മനതാരിൽ നിറയും മൗനരാഗം. സ്വരമഞ്ജുഷകൾ വിരതൊട്ടുണർത്തുന്ന ചന്ദനമേഘ സുഗന്ധം നീ. പോയി മെഴുകുതിരി എവിടെയാണോ? ഹലോ. ആ മോളെ, ഞാൻ അച്ഛനാ. ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അച്ഛൻ എവിടെ എത്തി? ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ മോളെ. വരാൻ ഇത്തിരി താമസിക്കും. അത് ശരി, നല്ല പാർട്ടിയാ. അമ്മാവ അവിടെ ഇല്ലായിരുന്നു മോളെ, അതാ താമസിക്കും. ആ പിന്നെ മെഴുകുതിരി അച്ഛൻ എവിടെയാ വെച്ചേക്കുന്നത്? ആ ഫ്രിഡ്ജിന്റെ മുകളിലുണ്ടാവും മോളെ. ആ അല്ലെങ്കിലേ അച്ഛന്റെ മേശപ്പുറത്ത് കാണാം. എന്താ മോളെ, അവിടെ കറണ്ട് ഇല്ലേ? ഇല്ല, ഭയങ്കര ഇടിയും മഴയും. ആ ഇവിടെയും നല്ല മഴയും കാറ്റുവാ. മോള് പേടിക്കണ്ട, അച്ഛൻ ഉടനെ അങ്ങ് എത്താം. എന്നാ മോള് വച്ചോ. ആ ശരി അച്ഛാ. മാനത്ത് കാറ് കണ്ടാ മതി. ആരാണ്? എലിമയാണോ? ഇങ്ങോട്ട് കയറി പോന്നോളൂ. ആഹാ, നീയായിരുന്നോ? എന്താ ഈ നേരത്ത്? അത് ഈ മഴയത്ത്? നീ എന്താ മിണ്ടാത്ത? സാറെങ്കിൽ ഇല്ല. അമ്മാവില്ല? ഇല്ലെന്നേ. ഒറ്റയ്ക്കാ? എന്താ നീ എന്തേ നോക്കുന്നേ?
മൊബൈലിന്റെ വെച്ച് പറഞ്ഞിട്ട് എവിടെ? ശരിയാകും. അത് ശരി, ഞാൻ നോക്കട്ടെ. ശരിയാക്കെ. ഇവനോട് പോയി. ഹലോ. ആ അച്ഛനാ മോളെ, ഞങ്ങൾ പന്തളം കഴിഞ്ഞു. മോൾക്ക് പേടിയൊന്നുമില്ലല്ലോ? വല്യമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ പറ. ആ പിന്നെ അവിടെ ആരെങ്കിലും മരണം വിളിച്ചു പറഞ്ഞ മോളെ? ഇല്ല. ആരുടെ മരണം? ആരാ മരിച്ചേ? മോള് വിഷമിക്കല്ലേ, നമ്മുടെ മുരുകൻ മരിച്ചുപോയി മോളെ. പാലത്തിന്റെ അടുത്ത് വെച്ച് ഒരു ലോറി ഇടിച്ചെന്നാ കേട്ടത്. അരമണിക്കൂറായിട്ടു. ബോഡി ഇപ്പോ മോർച്ചറിയിലേക്ക് മാറ്റിയെന്നാ കേട്ടത്. ഞങ്ങൾ ഏതായാലും ആശുപത്രി വരെ ഒന്ന് പോയിട്ടേ വരൂ. നിങ്ങള് കഥ കിടന്നു. ഹലോ. അച്ഛനാ മോളെ. എനിക്കറിയാം മോള് സങ്കടപ്പെട്ടിരിക്കുവായിരിക്കും. എന്നാ മോള് സങ്കടപ്പെടണ്ടേ. അതെ, അച്ഛനൊരു തെറ്റ് പറ്റിയതാടി. മരിച്ചത് നമ്മുടെ മുരുകനല്ല, ആ മേശപ്പണിക്ക് നടക്കുന്ന മുരുകനില്ലേ, അവനാ. ആരോ തെറ്റി വിളിച്ച് പറഞ്ഞതാ. ഹലോ ഹലോ മോളെ, ഹലോ ഹലോ. മോളെ മുരുകൻ ഇതെവിടെ?
എന്നിട്ട് എന്റെ മോളുടെ ജീവിതം കൊണ്ടുപോയല്ലോ കാറ്റേറ്റി. എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോ മലയേറ്റി. മനസ്സ് കൈവിടില്ലേടി. ഏത് നശിച്ച സമയത്താണോ എനിക്ക് പോകാൻ തോന്നിയത്? ഏത് സുഖം പിടിച്ച നേരത്താണോ മഴയ്ക്ക് പെയ്യാൻ തോന്നിയത്? ഈശ്വര, ഇനി എന്ത് വേണം? അറിയില്ല, എനിക്കൊന്നും അറിയില്ലേ. ഇല്ല, എന്റെ മോളുടെ കല്യാണം മുടങ്ങാൻ പാടില്ല. ഇനിയും എന്റെ കുഞ്ഞിന്റെ കണ്ണീര് ഈ കല്യാണപ്പന്തലിൽ വീഴാൻ പാടില്ല. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ പാടില്ല. മക്കളെ, നീ വിളിക്ക് പോലീസിൽ. മുരുകനെ കൊന്നത് ഞാൻ. അതെ, ആരുമില്ലാത്ത നേരത്ത് ഇടിയും മിന്നലും പേമാരി നിറഞ്ഞ രാത്രിയിൽ എന്റെ മോളെ നശിപ്പിക്കാൻ ശ്രമിച്ച മുരുകനെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഞാൻ കൊന്നു. അതെ, എന്റെ മോൾക്കൊരു ജീവിതം വേണം, ഒരു ഭാവി. അതിന് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അച്ഛൻ നീ എത്ര കാലമാണ്? അതുപോലെയുള്ള മോളുടെ കാര്യം. നീ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കൊന്നത് ഞാനാ. വിളിക്ക് പോലീസിനെ. അച്ഛനെ അറസ്റ്റ് ചെയ്താൽ അച്ഛൻ ജയിലിലായാൽ ഈ കല്യാണം നടക്കും. അച്ഛ, ഒരു കൊലയാളിയുടെ മകളെ ആര് വിവാഹം കഴിക്കും? ആര് സഹിക്കും? പക്ഷെ എന്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത്. എന്റെ കരുതൽ പുറം കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോ അതിന് പരിഹാരം അറിയുന്നത് ഞാനാ. പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ അച്ഛനാവോ? എന്റെ ചിന്തകളിൽ നിന്ന് അകത്ത് മാറ്റാൻ അച്ഛന് കഴിയുമോ? പിന്നെ നമ്മൾ എന്താ ചെയ്യും? ഈശ്വരന്റെ നാൾവഴി പുസ്തകത്തിൽ എനിക്കൊരു വിവാഹ ജീവിതം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ കൂട്ടുനിന്നു. വെറുതെ വീണ്ടും ഒരു വിട്ടുവേഷം കെട്ടി. വെറുതെ വെറുതെ. നീ പറയും പോലെ അച്ഛൻ ചെയ്യാം. രഘുരാമനെ വിവരം അറിയിക്കും. വിവാഹം നടക്കില്ലല്ലോ. ഈ ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി നിങ്ങൾ എവിടെ ആയിരുന്നു? തൊടുപുഴയിലൊരു ധ്യാനത്തിന് പോയിരിക്കായിരുന്നു. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വന്നത്? പിറ്റേ ദിവസം ഞായറാഴ്ച. ഏത് സമയം? വൈകിട്ട്. എവിടെയായിരുന്നു ധ്യാനം? തൊടുപുഴയിൽ. തൊടുപുഴയിൽ എവിടെ? പാറേപ്പള്ളിയിൽ. പാറേപ്പള്ളി വെച്ചായിരുന്നു ധ്യാനം. പള്ളിക്കടുത്തുള്ള ഹാള്. ചോദിച്ചോട്ടെ, എന്താ ഇതൊക്കെ? നമ്മൾ തോൽക്കില്ല. സകല ദൈവങ്ങളും സർവ്വവിധിയും ഇല്ലായിക്കോട്ടെ. എന്നാലും എന്റെ മോള് തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും കല്യാണം തുടങ്ങില്ല. നീ ശ്രദ്ധിച്ചോ? കരട് വന്നപ്പോൾ യാദൃച്ഛികമായി ടിവിയിൽ കണ്ട സിനിമ ദൃശ്യം. ഒരു കൊല ചെയ്തിട്ട് അത് വിദഗ്ധമായി മൂടിവെച്ച് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമ്മളെ പഠിപ്പിച്ച സിനിമ ദൃശ്യം. നമുക്കും ആ വഴി പോയാലോ? മനസ്സിലായില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. മുരുകൻ ഈ നേരത്തില്ല വന്നിട്ടില്ല. ഈ സഭ എത്രയും പെട്ടെന്ന് മാറ്റം. ചോരപ്പാടുകൾ കഴിയും വൃത്തിയാക്കുക. അതേപോലെ നമ്മൾ വിദഗ്ധമായി ഈ സഭ ഒളിപ്പിക്കുന്നു. ആർക്കും ഒരു സംശയം കൊള്ളാത്ത വിധം. പക്ഷേ നമുക്ക് ഒളിപ്പിക്കാൻ സിനിമയിലെ പോലീസ് സ്റ്റേഷന്റെ അസ്ഥിവാരമില്ല. എന്നാൽ നമ്മൾ കണ്ടെത്തും അതിനേക്കാൾ സുരക്ഷിതമായൊരിടം. മുരുകന് വേണ്ടി കരയരുത്. നമുക്ക് ജീവിക്കണം. എന്റെ മോളുടെ കല്യാണം നടക്കണം. ഒരു പക്ഷേ എന്റെ മോളിൽ തെറ്റില്ല. അറിയാവുന്ന കയ്യമൊക്കെ പറ്റി. അതിനെ
അതിനൊരു ജീവിതം കൊണ്ട് പിഴയിടാൻ ഞാൻ സമ്മതിക്കില്ല. മുരുകൻ പോയി അവന്റെ നാട്ടിലേക്ക്. അങ്ങനെ കരുതിയാൽ മതി. ഒരെന്നാലുമില്ല. ആരും ആർക്കും സംശയം ഉണ്ടാകാനും പാടില്ല. പ്രത്യേകിച്ചും രഘുരാമനും വീട്ടുകാരും. ഇനി സമയമില്ല മോളെ. ഒരു കൈക്കൂട്ട്, പിന്നെ ഒരു ചാക്ക്. എല്ലാം കഴിഞ്ഞു. മുരുകനെ ഈ ഭൂമുഖത്തില്ല. അവന്റെ ഫോണും കരയരുത്. ഇനി ഇവിടെ ആകെ ഒന്നുകൂടി കഴിഞ്ഞ് വൃത്തിയാക്കാം. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം ഞാനിപ്പോ മുരുകന് അവന്റെ ശവത്തെ എവിടെയാ മറവ് ചെയ്തത്? പിന്നാമ്പുറത്ത് സെപ്റ്റിക് ടാങ്ക്. പേടിക്കണ്ട. സെപ്റ്റിക് ടാങ്കിനെ മൂടി നിന്നവൻ ഒരു കാലത്തും പുറത്തേക്ക് വരില്ല. കരയരുത്. എന്റെ മോളിപ്പോ ഇതൊന്നും ഓർത്ത് വിഷമിക്കും. നോക്ക്, നീ ഇപ്പൊ കല്യാണപ്പെടും. ആളുകൾക്ക് അങ്ങനെ തോന്നാം. പക്ഷേ ഒരു അന്വേഷണം ഉണ്ടായാൽ ആർക്കാ നിനക്ക് സമയം? എവിടെ നിന്നുകൊണ്ട് തമിഴ് ചെക്കൻ ചെത്താനത്ത് ജീവിച്ചാലും ആളുകൾ അങ്ങനെ കരുതും. പക്ഷേ അവനൊരു കുടുംബമുണ്ട്. അച്ഛനുണ്ട്, ഏട്ടനുണ്ട്, അനുജത്തിയുണ്ട്. അവനെ കൊന്നപ്പോ ഞാൻ അനാഥമാക്കിയത് അവരെ കൂടിയാ. ഞാൻ തകർത്തെറിഞ്ഞത് അവരുടെ ജീവിതത്തെ കൂടിയാ. ഈശ്വര, ഏത് ഗംഗയിലൊഴുക്കും ഞാൻ ഈ പാപം, ഏത് ജന്മം തീർക്കും ഞാൻ ഈ ശാപം. വയ്യ, എനിക്ക് വയ്യ ഇങ്ങനെ അഭിനയിക്കാൻ. നീ നിന്റെ ജീവിതം കൂടെ കളിക്കുന്നു. ജീവിതം? ഇതോ ജീവിതം? അച്ഛനൊരു ഉപകാരം ചെയ്യുവോ? തെക്കുപുറത്തെ പുളിമാവിൻ ചോട്ടില് എനിക്കൊരു ചിത ഒരുക്കി തരുവോ? ഒന്നെരിഞ്ഞു തീരാൻ. ഏതൊരു മനുഷ്യനും അടിപതറി പോകുന്ന മുഹൂർത്തം, ഏതൊരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേട്ട സന്ദർഭം. രഘുരാമൻ തകർന്നുപോയി. ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലെ. പക്ഷേ ഇവിടെ രഘുരാമൻ ഒരു തീരുമാനമെടുത്തേ പറ്റൂ. ആ തീരുമാനത്തിന് പലരുടെയും ജീവന്റെ വിലയുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധം പറ്റിപ്പോയത്. അന്തം വിട്ടൊരു സന്ദർഭത്തിൽ എന്റെ മോള് ചെയ്തു പോയതാ. ആരും ആശ്രയമില്ലാത്തൊരു നിമിഷത്തിൽ
എന്റെ കുഞ്ഞ് പെട്ടുപോയത്. മാഷ് ന്യായീകരിക്കാൻ ഞാനില്ല. ന്യായവാദങ്ങളൊന്നും പക്കലില്ല. രക്ഷിക്കണം എന്റെ മോളെയെങ്കിലും. എന്റെ കുഞ്ഞിന്റെ ഭാവി ഒന്നും ചെയ്തു പോയതാ. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്തു പോയതാ. രക്ഷിക്കണം എന്റെ മോളെയെങ്കിലും. മാഷേ, മോൻ എനിക്ക് വാക്ക് തന്നതാ എന്റെ മോളെ ഉപേക്ഷിക്കില്ലെന്ന്. എന്റെ മോളെ ഉപേക്ഷിക്കില്ലേ മാഷേ? പോയി രക്ഷിക്കണം എന്റെ മോളെ. രഘുരാമ, ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എന്റെ മോളെ അവളെ ഒഴിവാക്കണം. എന്താ നീ ഒന്നും മിണ്ടാത്ത? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. എനിക്കല്പം സ്വസ്ഥത വേണം. നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി തരാമോ? ഇപ്പൊ മനസ്സിലെ ഭാരമൊഴിഞ്ഞു, ചങ്കിലെ തീ അണഞ്ഞു. ഇപ്പോ കാറ്റിലിളകുന്ന ഒരു പൊങ്ങുതടി മാത്രം ഞാൻ. എങ്ങോട്ട് ഒഴുകാം? ഒന്നെങ്കിൽ കരയിലേക്ക്, അല്ലെങ്കിൽ കഴുത്തിലേക്ക്. രഘുവേട്ട, ഞാൻ എന്ത് വേണം പറഞ്ഞു, അതുപോലെ ചെയ്യാം. ഞാൻ എന്ത് വേണം എന്റെ രഘുവേട്ട? എന്റെ കുഞ്ഞിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ എന്റെ കുഞ്ഞിന്റെ കവിവച്ചല്ലോ ഭഗവാനെ. അകത്തുണ്ട്, ആരോടും ഒരു നിയാട്ടമില്ല. നേരാമണ്ണം വല്ല കഴിച്ചിട്ട് ദിവസം 3 ആയി. എന്നാലും അവൾ ഇങ്ങനെ ഒരു തീരായ്മക്കാരിയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനി പറഞ്ഞിട്ടെന്താ, കല്ലും നെല്ലും തിരിക്കണം, അത്ര തന്നെ. എന്ന് വെച്ചാ എന്റെ കുഞ്ഞിനെ ഈ 7-ാം കൂടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് സമ്മതിക്കാതെ പിന്നെ ഒരു കൊലപാതകം ജീവിതകാലം മുഴുവൻ ചവന്നുകൊണ്ട് നടക്കാൻ ഒക്കുവോ? ഇനി എന്തെങ്കിലും ഒരു ദിവസം സത്യം കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ. നമ്മുടെ കുഞ്ഞിന്റെ കഥ എന്താവും? കണ്ടുപിടിച്ചാലേ ഇതിപ്പോ നമ്മുടെ 4-5 പേരെ അറിഞ്ഞിട്ടുള്ളൂ. നീയായി ഈ ലോകം മുഴുവൻ കൊട്ടി എന്ന് വെച്ചാ എനിക്കൊന്നും അറിയില്ല എന്റെ ഭഗവാനെ. ഇനി അവന്റെ തീരുമാനം എന്താണോ
എന്താണ് ഈ വേഷത്തിൽ? ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകുന്നുവെന്ന്. എന്ന് വെച്ചാ മടങ്ങി പോകുന്നുവെന്ന്. ഏത് ചെറുപ്പക്കാരനും അവന്റെ പെണ്ണിനെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടായിരിക്കും. എനിക്കുമുണ്ടായിരുന്നു. ആ സങ്കല്പത്തിനൊത്ത പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടി. അല്ലേ മുത്തശ്ശി? നിങ്ങൾ രണ്ടാളും വിശ്രമിക്കരുത്. ഒക്കെ ഒരു കിനാവ് പോലെ മറന്നു കളയണം. ഉച്ചയുറക്കത്തിൽ എപ്പോഴോ കണ്ട ഒരു പാഴ് കിനാവ് പോലെ. അതേ മുത്തശ്ശി, അതേ മുത്തശ്ശി. വർണ്ണം മാഷെ, വർണ്ണം. ഞാൻ യാത്ര പറയുമ്പോൾ മാഷോട് ഉണ്ടായിരിക്കണം. അതിനാ വിളിപ്പിച്ചത്. മനസ്സിലായില്ല. ഞാൻ മടങ്ങുന്നു മാഷെ. പക്ഷേ ഞാൻ മറക്കില്ല. ഒരു ശവത്തിന് മേൽ നിന്നുകൊണ്ട് വിവാഹം കേമമാക്കാമെന്ന് എന്നെ പഠിപ്പിച്ച ആളല്ലേ മാഷെ. ഒരു ശവത്തിന് മേൽ നിന്ന് മകൾക്ക് മിന്നുകെട്ടിച്ച കേമനല്ലേ മാഷെ. പക്ഷേ എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. എന്റെ പെണ്ണിനോടും. ഇത്തവണ നാട്ടിലേക്ക് വന്നപ്പോൾ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു മനസ്സിൽ. പതിവിൽ കവിഞ്ഞ സന്തോഷമുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നീ എനിക്കത് തന്നു. ദാമ്പത്യ സുഖം, സന്തോഷമായി. ഇനി പൊക്കോട്ടെ ഞാൻ. പക്ഷെ പോകും മുമ്പ് രഘുരാമൻ ഒരു ശരി ചെയ്യുന്നു. നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി. ഹലോ പോലീസ് സ്റ്റേഷൻ, ഞാൻ ഹവീൽദാർ രഘുരാമൻ. അതെ അതെ. ഒരു ഫോൺ വിളി കൊണ്ട് നീ എല്ലാം അവസാനിപ്പിച്ചു അല്ലേ? എന്റെ മോളുടെ ജീവിതം, ഭാവി. നിങ്ങളുടെ മകളുടെ ജീവിതത്തിന് വേണ്ടിയാണോ നിങ്ങളൊരു മനുഷ്യനല്ലാതായി മാറിയത്? അവളുടെ ഭാവിക്ക് വേണ്ടിയാണോ വലിയൊരു തെറ്റ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത്? അതെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ. പലവട്ടം തുടങ്ങിയ കല്യാണം വീണ്ടും തുടങ്ങാതിരിക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ ആ സിനിമയിലെ പോലെ തെറ്റൊളിപ്പിച്ചു വെച്ചത്, ശവം ഒളിപ്പിച്ചു വെച്ചത്. സിനിമ കൊണ്ടാണോ മാഷി ജീവിതം അളക്കുന്നത്? അല്ല, സിനിമയല്ല ജീവിതം. മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടാവാം. തെറ്റൊളിപ്പിച്ചു വെക്കാൻ പ്രേരണ നൽകുന്ന കലാസൃഷ്ടികളും ഉണ്ടാവാം. പക്ഷേ അവയെല്ലാം നമ്മൾ അനുകരിക്കേണ്ടത് നല്ലതിനെ, നന്മയെ. ഞാനൊരു പട്ടാളക്കാരനാണ്. സത്യത്തിന് നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ധീരജവാൻ. എനിക്ക് സത്യത്തെ മറച്ചു വെക്കാനാവില്ല, തെറ്റിന് മറയൊരുക്കാനുമാവില്ല. എനിക്ക് സമൂഹത്തോട് ബാധ്യതയുണ്ട്, കടമയുണ്ട്. അതിന് ഒരു ബന്ധവും തടസ്സമായില്ല. എന്റെ ദൈവങ്ങളായി നിൽക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും അവർക്ക് മനസ്സിലാവും എന്റെ മനസ്സിനെ. നമ്മൾ കണ്ട സ്വപ്നം, നമ്മൾ മെനഞ്ഞ പ്രതീക്ഷ ഒക്കെ തകർന്നു അല്ലേ? പക്ഷേ നിനക്ക് തോന്നും ഞാനൊരു തെറ്റായിരുന്നു. പക്ഷേ നാളെ നീ മനസ്സിലാക്കും രഘുരാമൻ ഒരു ശരിയായിരുന്നുവെന്ന്. ഞാൻ മാത്രമാണ് ശരിയെന്ന്. പദം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. പോലീസ് ഉടനെത്തും. നിങ്ങൾക്ക് അച്ഛനും മകൾക്കും പോകണം നിയമത്തിന്റെ വഴി. എനിക്ക് പോകണം രാജ്യസേവനത്തിന്റെ വഴി. പക്ഷെ പോകും മുമ്പ് ഒന്നുകൂടി ജയന്തി ശിക്ഷിക്കപ്പെടും. നീ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ, നിന്റെ ജയിൽവാസം അവസാനിക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും. നിന്റെ ഭർത്താവായി, നിന്റെ ഹൃദയത്തിന്റെ കൂട്ടുകാരനായി. എത്ര കാലം വേണമെങ്കിൽ. സ്വരമഞ്ജുഷകൾ വിരതൊട്ടുണർത്തുന്ന ചന്ദന മേഘസുഗന്ധം നീ. നവനീത തിങ്കൾ തരളിതമാക്കുന്ന വിലോല സ്വപ്നവസന്തം നീ. അസ്തമയ സൂര്യൻ